നമസ്കാരം. പടക്കളത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ വികസന ചർച്ചകളാണ് ഇങ്ങനെ കേരളത്തിലെ എല്ലാ ജില്ലകളിലൂടെയും സഞ്ചരിച്ച് പടക്കളം പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വയനാട് ജില്ലയിൽ മാനന്തവാടിയിൽ ഗാന്ധി പാർക്കിൽ നിന്നുമാണ് പടക്കളം പ്രേക്ഷകർക്ക് മുൻപിലേക്ക് എത്തുന്നത്. മുൻപ് മറ്റ് ജില്ലകളിൽ കണ്ടതുപോലെ തന്നെ വയനാടിൻ്റേതായ പ്രശ്നങ്ങൾ, രാഷ്ട്രീയം, നിലവിലെ സാഹചര്യങ്ങൾ എല്ലാം വളരെ സജീവമായി തന്നെ ഈ പടക്കളത്തിലേക്ക് ഉയർന്നു വരും എന്ന് ഉറപ്പാണ്. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു പടക്കളത്തിലേക്ക്. ഇന്ന് ഈ ചർച്ചയിൽ നമ്മൾക്കൊപ്പം ഈ പടക്കളത്തിൽ ഇവിടെ നിന്ന് പങ്കുചേരുന്ന മുന്നണി നേതാക്കളെ ആദ്യം നോക്കാം. ആദ്യം ശ്രീ നിഷാന്ത് AM കോൺഗ്രസ് UDF, ശ്രീ PV സഹദേവൻ CPIM LDF, ശ്രീ K മോഹൻദാസ് BJP NDA. നിഷാന്ത്, തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ വലിയ തോതിൽ പല വിഷയങ്ങളും കടന്നുവരും. ജനങ്ങളുടെ മുമ്പിലുള്ള വികസന പ്രശ്നങ്ങളും എല്ലാം കടന്നു വരുന്ന ഒരു സാഹചര്യമാണ്. വയനാടിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് കോൺഗ്രസും അല്ലെങ്കിൽ നിലവിലെ വയനാടിൻ്റെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള രാഷ്ട്രീയ വിഷയങ്ങളൊക്കെ ഇപ്പോൾ ഒരു പഞ്ചായത്ത് അംഗത്തിൻ്റെ അടക്കം ആത്മഹത്യയും നിരവധി രാഷ്ട്രീയ ആത്മഹത്യകളും അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊക്കെ വന്നിട്ടുള്ള കോൺഗ്രസ്സിലെ തന്നെ ജില്ലയ്ക്കകത്തുണ്ടായിട്ടുള്ള അസ്വാരസ്യങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഇത് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് നിങ്ങളെ ഏതൊക്കെ തരത്തിൽ ബാധിക്കും? സ്വാഭാവികമായും രാഷ്ട്രീയ എതിരാളികളിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായി ഇത് ഉയർന്നു വരാനിടയുണ്ടല്ലോ. തീർച്ചയായും വയനാട്ടിലെ കോൺഗ്രസിനെ സംബന്ധിച്ച് വയനാട്ടിലെ കോൺഗ്രസിനകത്ത് ആത്മഹത്യകൾ നടന്നിട്ടില്ല. വയനാട്ടിലെ കോൺഗ്രസിനെ നേരിട്ട് ബാധിക്കുന്നതായ ഒരു തരത്തിലുള്ള ഡാമേജും കഴിഞ്ഞ കുറേ കാലങ്ങളിലായി വയനാട്ടിനെ ഒരു തരത്തിലും നേതൃത്വത്തെ അലട്ടുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ, ഇതിൻ്റെ പ്രവർത്തനം കഴിഞ്ഞ 6 മാസക്കാലമായി വോട്ട് ചേർക്കൽ ഉൾപ്പെടെയുള്ള അടിസ്ഥാനപരമായ തറക്കല്ല് പാകിക്കൊണ്ടാണ് ഞങ്ങൾ ഈ പ്രവർത്തനത്തെ ഏകോപിപ്പിക്കുന്നത്. വയനാട് ജില്ലയെ സംബന്ധിച്ച് നമുക്കറിയാം, വയനാട് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് കൃത്യമായ രാഷ്ട്രീയ മുൻതൂക്കമുള്ള ഒരു ജില്ലയാണ്. ആ മുൻതൂക്കവും ആധിപത്യവും ലെവലേശം ചോരാതെ കണ്ട് ഈ തെരഞ്ഞെടുപ്പിലും സ്ഥാപിക്കാൻ ജില്ലയിൽ സാധിക്കും എന്ന ശുഭാപ്തി വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് വയനാടിൻ്റെ വികസനമാണ് ചർച്ച ചെയ്യപ്പെടുന്നത് ഈ പടക്കളത്തിലൂടെയെങ്കിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് വയനാടിൻ്റെ സമഗ്ര വികസനത്തിന് സമഗ്രമായ ഒരു സമന്വയത്തിൻ്റെ പാത, കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഒരു ഏകോപനം എല്ലാ മേഖലകളിലും ഉണ്ടാകണം. കാർഷിക മേഖലയെ പരിപോഷിക്കുന്ന, വയനാടിൻ്റെ ഏക പ്രതീക്ഷയായ ടൂറിസം മേഖലയെ പരിപോഷിപ്പിക്കുന്ന ഒരു കാഴ്ചപ്പാടും അത്തരത്തിലുള്ള ഒരു വികസന രേഖകളും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പൊതുസമൂഹത്തിന് മുമ്പാകെ സമർപ്പിക്കണം എന്നാണ് എനിക്ക് ആ കാര്യത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഓക്കെ, ശ്രീ സഹദേവൻ, ഇവിടെ ഇപ്പോൾ വികസനവും രാഷ്ട്രീയവും ഒരുപോലെ ചർച്ച ചെയ്യപ്പെടും തദ്ദേശ തിരഞ്ഞെടുപ്പിൽ. ജനങ്ങളുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ അവരോട് അടുത്ത് നിൽക്കുന്ന സർക്കാർ സംവിധാനമാണ്, സർക്കാരുകൾ തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ ത്രിതല സംവിധാനം എന്ന് പറയുന്നത്. അവിടെ ഈ വിഷയങ്ങൾ വരുമ്പോൾ LDF ഇവിടുത്തെ വോട്ടർമാരോട് ഉന്നയിക്കുന്ന രാഷ്ട്രീയവും വികസനവുമായ പ്രശ്നങ്ങൾ എന്താണ്? ഇപ്പോൾ വയനാട്ടിൽ നിന്ന് സമീപകാലത്ത് നിരന്തരം വന്ന കോൺഗ്രസ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചത്. ആത്മഹത്യകൾ സംഭവിച്ചത്. അപ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസിനെ സംഘടനാപരമായോ അവൻ്റെ അടിത്തട്ടിലോ ബാധിച്ചിട്ടേ ഇല്ല എന്ന ആത്മവിശ്വാസത്തോടെയാണ് അദ്ദേഹം തുടങ്ങിയും വെച്ചത്. ആ രാഷ്ട്രീയമടക്കം നിങ്ങൾ വോട്ടർമാരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ടോ? വികസനം ചർച്ച ചെയ്താൽ LDFന് നേട്ടമാകുമോ അതോ വെല്ലുവിളിയാകുമോ? കേരളത്തിൻ്റെ വികസനം തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട അജണ്ട. കഴിഞ്ഞ 9 വർഷക്കാലം, ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലഘട്ടം മുതൽ ഇന്നേ വരെ 9.5 വർഷക്കാലം വയനാടിനെ സംബന്ധിച്ച് ഒരു വികസനത്തിൻ്റെ പെരുമഴ തന്നെയായിരുന്നു. ആ വികസനത്തിൻ്റെ ഏതെങ്കിലും രൂപത്തിലുള്ള ബന്ധങ്ങൾ അനുഭവിക്കാത്ത ഒരു മനുഷ്യനെയും ഇന്ന് വയനാട്ടിൽ കാണാൻ വേണ്ടി സാധ്യമല്ല. അത് വിദ്യാഭ്യാസ രംഗത്തായാലും ആരോഗ്യ മേഖലയിലായാലും അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ കാര്യത്തിലായാലും എല്ലാ മേഖലകളിലും ടൂറിസം ഉൾപ്പെടെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ള കാലഘട്ടമാണ് ഈ കഴിഞ്ഞ ഒരു ദശാബ്ദം എന്ന് കൃത്യമായി പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. അത് ഏറ്റവും പ്രധാനമായി നിൽക്കുന്നത് മാനന്തവാടിയെ സംബന്ധിച്ച് മാനന്തവാടിക്കാരുടെ അഭിമാനമായി മാറിക്കഴിഞ്ഞിട്ടുള്ള വയനാട് മെഡിക്കൽ കോളേജാണ്. ആ വയനാട് മെഡിക്കൽ കോളേജ് ഇന്ന് ആദ്യം വയനാട്ടിൽ മെഡിക്കൽ കോളേജ് വരുമ്പോൾ അത് വരില്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു UDFിൻ്റെ ആളുകൾ, അതുപോലെ തന്നെ ചില മാധ്യമങ്ങളൊക്കെ ഇതിനെ കളിയാക്കിയിരുന്നത്. പക്ഷേ പിന്നീട് വന്നതിന് ശേഷം പറഞ്ഞു നഴ്സിംഗ് കോളേജ് അതൊന്നും വരാൻ വേണ്ടി പോകുന്നില്ല, വയനാട്ടിലതൊന്നും കാണാനേ പോകുന്നില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ നഴ്സിംഗ് കോളേജ് നടന്ന് 6 മാസം പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. പിന്നീട് പറഞ്ഞു MBBSൻ്റെ കുട്ടികളൊന്നും വയനാട്ടിലേക്ക് വരാൻ വേണ്ടി പോകുന്നില്ല, ഇവിടെ പഠനമേ നടക്കില്ല എന്ന് പ്രചരിപ്പിക്കാനാണ് ശ്രമിച്ചത്. പക്ഷേ ഇപ്പോൾ MBBSൻ്റെ ക്ലാസ് തുടങ്ങി, ഏതാണ്ട് 50 കുട്ടികളുടെ ക്ലാസ് തുടങ്ങി ഇപ്പോൾ 2 മാസം പിന്നിട്ട് കഴിഞ്ഞു. അങ്ങനെ വയനാട് മെഡിക്കൽ കോളേജ് ഈ ചെറിയ രൂപത്തിൽ സ്റ്റെപ്പ് വെച്ച് വളരെ വേഗത്തിൽ മുന്നോറിക്കൊണ്ടിരിക്കുന്ന ഒരു അനുഭവമാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ആ നിലയിൽ
എല്ലാ മേഖലയിലും വലിയ തോതിലുള്ള വികസനമാണ്. വിദ്യാഭ്യാസ മേഖലയിലുള്ള വികസനത്തെ സംബന്ധിച്ച് ആരെങ്കിലും എന്തെങ്കിലും തർക്കം പറയുമോ എന്ന് എനിക്കറിയില്ല. ഇതിനിടെ നമ്മുടെ മന്ത്രി തന്നെ ഒരു പൊതുയോഗത്തിൽ ചോദിക്കുന്നത് ഞാൻ കേട്ടു, ഏതെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനത്തിന് ഇനി വികസനത്തിന് വേണ്ടി എന്തെങ്കിലും ഫണ്ട് ആവശ്യമുണ്ടോ, ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ഒരു കടലാസ് തന്നാൽ മതി, ഞാൻ ഈ മണ്ഡലത്തേക്ക് അനുവദിക്കും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മന്ത്രി കൂടിയാണ് നമ്മുടെ മണ്ഡലത്തിലുള്ളത്. അതുപോലെ തന്നെ ആ വികസനത്തിന് വലിയ ഒരു പിന്തുണയുണ്ടാകും വയനാട്ടിലെ ജനങ്ങൾ എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. കാരണം ഒരു വളരെ കാലം വയനാടിന് അവഗണിക്കപ്പെട്ടൊരു കാലഘട്ടമായിരുന്നു. സഖാവ് നായനാർ മുഖ്യമന്ത്രിയായപ്പോഴാണ് വയനാടിന് ജില്ല പ്രഖ്യാപിച്ചു, കലക്ടറേറ്റ് കൽപ്പറ്റയിൽ പ്രഖ്യാപിച്ചു, മാനന്തവാടി ജില്ലാ ആശുപത്രിയായി, ആ ജില്ലാ ആശുപത്രി ഇപ്പോൾ മെഡിക്കൽ കോളേജായി കൺവെർട്ട് ചെയ്തു. ആ തരത്തിലുള്ള മാറ്റം അനുഭവിക്കാത്ത ജനങ്ങൾ ഇവിടെ ഉണ്ടാവുകയില്ല. പിന്നെ കോൺഗ്രസ് പറയുന്നൊരു കാര്യം, ആത്മഹത്യയൊന്നും ഞങ്ങളെ ബാധിക്കില്ലെന്ന് അത് ചോദിക്കണം. ഇപ്പോൾ PV ജോണിൻ്റെ ആത്മാവിതിരെ കൂടിയൊക്കെ അലയുന്നുണ്ട്. ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ ഇരയായിരുന്ന അയാൾ. അങ്ങനെ കോൺഗ്രസിൻ്റെ കുതികാലുവെട്ടിന് ആത്മഹത്യയിലൂടെ ഒരു കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റിന് കോൺഗ്രസ് ഓഫീസിൽ പോയി തന്നെ ആത്മഹത്യ ചെയ്യേണ്ടി വന്ന ഒരു മണ്ഡലമാണ്. ഇവിടുന്ന് തുടക്കം അത് തുടങ്ങി സുൽത്താൻ ബത്തേരിയിലെത്തി. അവിടെ 2 പേര്, അച്ഛനും മകനും ആത്മഹത്യയാണ്. അത് കഴിഞ്ഞ് മുള്ളംകൊല്ലി പഞ്ചായത്ത് കോൺഗ്രസിൻ്റെ വലിയ സ്വാധീന മേഖലയാണ്. ആ മുള്ളംകൊല്ലി പഞ്ചായത്തിലെ കോൺഗ്രസിൻ്റെ പഞ്ചായത്ത് മെമ്പറാണ് അവിടെ ആത്മഹത്യ ചെയ്ത് കോൺഗ്രസിനെതിരായി കുറിപ്പ് എഴുതി വെച്ചിട്ട് പോയിട്ടുള്ളത്. ഇതൊക്കെ ജനങ്ങളെ ബാധിക്കും, ജനങ്ങളതൊക്കെ തിരിച്ചറിയുമെന്നുള്ള വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. അത് നാട്ടിൽ നന്നായി പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിക്കും. അതിലൂടെ ജനങ്ങൾക്ക് കോൺഗ്രസിൻ്റെ ഇത്തരത്തിലെ പൊള്ളത്തരം തിരിച്ച് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുമെന്നുള്ള വിശ്വാസമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചുള്ളത്. മോഹൻദാസ്, ഇവിടെ BJPയെ സംബന്ധിച്ച് മറ്റൊരു തരത്തിൽ കൂടി കേരളമാകെ ചർച്ച ചെയ്യുന്നുണ്ട്. വയനാടിൻ്റെ പശ്ചാത്തലത്തിൽ BJP കേന്ദ്ര സർക്കാർ അത് മുണ്ടക്കൈ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ടാണ്. അതിന് രാജ്യത്തെ മറ്റു സംസ്ഥാനങ്ങൾക്ക് വലിയ തോതിൽ പ്രത്യേക സഹായം, പ്രത്യേക പാക്കേജുകൾ തന്നെ അതാത് കാലത്ത് കൊടുക്കുമ്പോൾ അതിലിടം പിടിക്കാത്തൊരു നാടാണ് നമ്മുടെ നാട് എന്ന പ്രശ്നമുണ്ട്. ഹൈക്കോടതി തന്നെ അത് വളരെ ശക്തമായി ചോദിച്ചൊരു പ്രശ്നമുണ്ട്. അതേ തുടർന്ന് മാത്രം പല ഉത്തരങ്ങളും പറയാൻ സന്നദ്ധമായ കേന്ദ്ര സർക്കാരിനെ നമ്മൾ കണ്ടതാണ്. പ്രധാനമന്ത്രി തന്നെ വന്ന് കണ്ടുറപ്പ് കൊടുത്തു പോയ കാര്യങ്ങളുണ്ട്. കേരളത്തിനാകെ അവകാശപ്പെട്ട അത്തരം ദുരന്ത നിവാരണ ഫണ്ടുകൾ നിങ്ങളെടുത്ത് ഉപയോഗിച്ചോളൂ, നിങ്ങൾക്ക് പ്രത്യേകം പാക്കേജ് ഇല്ല എന്നു പറഞ്ഞൊരു പ്രശ്നം വയനാട്ടിലടക്കം കേരളത്തിലടക്കം നിങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിലടക്കം നിങ്ങളുടെ മുമ്പിൽ ഒരു വലിയ പ്രതിബന്ധമല്ലേ? ഒരിക്കലുമല്ല എന്നാണ് എൻ്റെ ആദ്യമേയുള്ള അഭിപ്രായം. ഇവിടെ വികസനത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഏറ്റക്കുറച്ചിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അത് ഈ 2 മുന്നണികളുടെയും തമ്മിൽ പോരുകൊണ്ട് മാത്രമാണ് കേരളത്തിന് പുരോഗതി കൈവരിക്കാൻ സാധിക്കാതെ പോയത് എന്നുള്ളതാണ് BJPക്ക് ആമുഖമായി സൂചിപ്പിക്കാനുള്ളത്. കേരളത്തിൽ ഭരണമില്ലാതിരുന്നിട്ട് പോലും ഇവിടുത്തെ ജനങ്ങളുടെ, സാധാരണക്കാരുടെ, കൃഷിക്കാരൻ്റെ, അതുപോലെ തന്നെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങളുടെയൊക്കെ അവരുടെയൊക്കെ ആരോഗ്യ മേഖലയാണെങ്കിലും വിദ്യാഭ്യാസ മേഖലയാണെങ്കിലും അതുപോലെ തന്നെ അവരുടെ കാർഷിക മേഖലയാണെങ്കിലും ഒക്കെ ശക്തിപ്പെടുത്തുന്നതിന് കേന്ദ്ര സർക്കാർ നരേന്ദ്രമോദിജി നേതൃത്വം കൊടുക്കുന്ന ഗവൺമെൻറ് ജാതി മത വർഗ വർണ്ണ വ്യത്യാസങ്ങളില്ലാതെ കക്ഷി രാഷ്ട്രീയം നോക്കാതെ തികച്ചും ഈ നാടിൻ്റെ വികസനം മാത്രം മുൻനിർത്തിക്കൊണ്ട് വികസന പ്രവർത്തനം നടത്തുകയാണ്. തീർച്ചയായിട്ടും മുണ്ടക്കൈ ചൂരൽമല പദ്ധതിയിൽ നിരവധിയായിട്ടുള്ള കേന്ദ്ര പദ്ധതികളും അതുപോലെ തന്നെ നിരവധി തവണകളായിട്ടുള്ള ഫണ്ടുകളുമൊക്കെ അവിടെ അനുവദിച്ചിട്ടുണ്ട്. ഇപ്പോഴും അവിടെ നടക്കുന്ന ടൗൺഷിപ്പ് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ കേന്ദ്ര ഫണ്ടിൻ്റെ പിൻബലത്തോടു കൂടി തന്നെയാണ്. കേന്ദ്ര ഫണ്ട് അല്ല എന്ന് തെളിയിക്കാൻ ഈ മുന്നണികൾക്ക് സാധിക്കുമെങ്കിൽ അവർ തെളിയിക്കട്ടെ. കേന്ദ്രം അകമഴിഞ്ഞ് മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതരെ സഹായിച്ചിട്ടുണ്ട്. കേരളം കൃത്യമായിട്ടുള്ള കണക്കുകൾ കൊടുക്കുന്നതിൽ കാണിച്ചിട്ടുള്ള അലംഭാവത്തെ സംബന്ധിച്ച് ഒട്ടനവധി മാധ്യമങ്ങൾ ഇവിടെ ചർച്ച ചെയ്തതാണ്, പൊതുസമൂഹം അത് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, നമുക്കപ്പോൾ നിങ്ങളുടെ കൂടി അഭിപ്രായങ്ങളിൽ നിന്ന് അടുത്ത റൗണ്ടിലേക്ക് ഇവരിലേക്ക് പോകാം. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൽ അങ്ങോളം ആ ദുരന്തബാധിതരെ സഹായിക്കുന്നതിന് വേണ്ടി യൂത്ത് കോൺഗ്രസ് കുറച്ച് പണം പിടിച്ചിരുന്നു. ആ പണം ഇവിടെ സംസ്ഥാന സർക്കാർ പൊതുജനങ്ങളിൽ നിന്ന് വാങ്ങിച്ച പണം കൊണ്ട് CMDRF വഴി പണം കൊടുത്തിട്ടാണ് ഇവിടെ നമ്മളെ കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റ് വില കൊടുത്ത് വാങ്ങിച്ചത്. ഇവിടെ യൂത്ത് കോൺഗ്രസ് പിരിച്ച പണം എവിടെയാണ് യൂത്ത് കോൺഗ്രസ് കൊടുക്കാമെന്ന് പറഞ്ഞ 100 വീട് എവിടെ? രാത്രികാല യാത്രാ നിരോധനവുമായി ബന്ധപ്പെട്ടാണ് എനിക്ക് ചോദ്യം. ഇവിടെ മോഹൻദാസ് താമസിക്കുന്ന കാട്ടിക്കുളം, അവിടെ നിന്ന് തൊട്ടപ്പുറത്ത് പോയി കഴിഞ്ഞാൽ ബാവലി, 6 മണി വഴി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലെ ഗതാഗതം നിരോധിച്ചിരിക്കും. ചെക്ക് പോസ്റ്റ് അടക്കും. വൈകിട്ട് 6 മണി മുതൽക്ക് ശേഷം ചെക്ക് പോസ്റ്റ് അടക്കും. അതായത് അപ്പുറത്തേക്ക് കർണാടകത്തിലേക്കില്ല, അവിടെ നിന്ന് ഇങ്ങോട്ടും ഇല്ല. അത് മുത്തങ്ങ വഴി അത് രാവിലെ 9:30 മുതൽ വൈകിട്ട് 9:30 മുതൽ അതും അടക്കും. കഴിഞ്ഞ പ്രാവശ്യം ഇവിടുത്തെ MP രാഹുൽ ഗാന്ധി MP ആയിരുന്നു. അതുപോലെ തന്നെ അവരുടെ സഹോദരി പ്രിയങ്ക ഗാന്ധിയാണ്.
ഇപ്പോൾ കോൺഗ്രസ് ഭരണകൂടമാണ് കർണാടക ഭരിക്കുന്നത്. ഇതിലൊരു തീരുമാനമായിട്ടില്ല. അതിൽ ആദ്യത്തെ ഒരു വിഷയമെന്ന് പറയുന്നത് പ്രിയപ്പെട്ട CPM-ൻ്റെ പ്രതിനിധി ചോദിച്ചത് വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇനി ഏതെങ്കിലും സ്കൂളുകൾക്ക് ഫണ്ട് വേണോ എന്ന് പ്രിയപ്പെട്ട OR കേളു മിനിസ്റ്റർ ചോദിച്ചു എന്നാണ് പറയുന്നത്. അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന തിരുനെല്ലി ഗ്രാമപഞ്ചായത്തിലെ തിരുനെല്ലി ക്ഷേത്രത്തിൻ്റെ തൊട്ടു താഴെയുള്ള ആശ്രമം സ്കൂൾ പശ്ചാത്തല വികസന സൗകര്യം ഇല്ല എന്നതിൻ്റെ പേരിൽ ബാത്റൂം സൗകര്യമില്ല, ക്ലാസ് റൂമുകളില്ല, ഗ്രൗണ്ടില്ല, മറ്റ് ഒരു സംവിധാനവുമില്ലാതെ കേരളത്തിൻ്റെ KPCC പ്രസിഡൻ്റായിരിക്കുന്ന സണ്ണി ജോസഫ് MLA-യുടെ മണ്ണിലേക്ക് മാറ്റിയിട്ട് 15 ദിവസമായി. എന്തുകൊണ്ടാണ് ആദിവാസി സഹോദരങ്ങളുടെ ആശ്രമം സ്കൂൾ വയനാട്ടിൽ നിന്ന് പോയത് എന്ന് CPIM നേതൃത്വം കൊടുക്കുന്ന ഈ ഗവൺമെൻറ് പ്രതിനിധി മറുപടി പറയണം. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ കണക്കുകൾ പരിശോധിച്ചാൽ വയനാട് ജില്ലയിൽ മെഡിക്കൽ കോളേജും എല്ലാം ഒരു ലോ കോളേജ് ഒഴിച്ച് ബാക്കി എല്ലാ കോളേജുകളും വയനാട് ജില്ലയിൽ വന്നിട്ടില്ലേ? ഒരു മുന്നേറ്റമാണോ? ഇതുപോലെ ഒരുപാട് കലാലയങ്ങൾ ഞങ്ങളുടെ ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ +2 അനുവദിച്ചിട്ടുണ്ട്, നിർലോഭമായി +2 ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ചോദിച്ചത് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വയനാടിന് അന്യമല്ല. സ്വാഭാവികമായ അത് ആ വികസനങ്ങളൊക്കെ എല്ലാ കാലഘട്ടത്തിൽ നടന്നിട്ടുണ്ട്, ഇല്ലാന്നൊന്നും ഞങ്ങൾ പറയില്ല. മറ്റൊരു കാര്യം ആത്മഹത്യയെ കുറിച്ചാണ്. പ്രിയപ്പെട്ടവരെ, ആത്മഹത്യ നടന്നു, FIR-കൾ വീണു. കേരളത്തിലെ അല്ലെങ്കിൽ വയനാട്ടിലെ ഒരു കോൺഗ്രസ് നേതാവിനെ പ്രതിപട്ടികയിൽ നിർത്തി ഒരു തരത്തിലുള്ള മുന്നേറ്റവും നടത്താൻ ഈ ഭരണകക്ഷിക്ക് സാധിച്ചിട്ടില്ല. പ്രതിപട്ടികയിൽ ചേർത്തു എന്ന് പറയുകയല്ലാതെ അത് ഏതെങ്കിലും സാമ്പത്തിക ആരോപണം മറ്റാരോപണത്തിൻ്റെ പേരില്ല, ആരോപണം മാത്രമാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, വയനാട്ടിലെ ഒരു കോൺഗ്രസ് നേതാവും സ്വന്തം രക്തം കൊണ്ട് ആത്മഹത്യക്കുറിപ്പ് എഴുതിയിട്ടില്ല. അത് തവിഞ്ഞാൽ സർവീസ് സഹകരണ ബാങ്ക് CPM ഭരിക്കുന്ന സ്ഥാപനത്തിലെ ജീവനക്കാരനാണ് രക്തം കൊണ്ട് ഞാൻ വിട വാങ്ങുന്നു, എൻ്റെ മരണത്തിന് ഉത്തരവാദി ഈ ബാങ്ക് ഭരണസമിതി, ഈ പാർട്ടിയാണ് എന്ന് പറഞ്ഞ് വിട വാങ്ങിയത് CPM-ൻ്റെ പ്രവർത്തകനാ. CPM-കാർ മറുപടി പറയണം. പിന്നത്തെ വിഷയം എന്ന് പറയുന്നത് പ്രിയപ്പെട്ട സുഹൃത്ത് ചോദിച്ച ചോദ്യം, വയനാട്ടിൽ 302 + 49 351 വീടുകളുടെ നിർമ്മാണ പ്രവൃത്തി ഈ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ നടന്നു വരുന്നുണ്ട്. ഞങ്ങൾ മനസ്സിലാക്കുകയാണ്, ആ വസ്തുത ഞങ്ങൾ അനുസരിക്കുന്നത്. അതൊരു ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. ആ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തം ആ ഗവൺമെൻറ് നിർവഹിച്ച് പൂർത്തീകരിക്കുന്നതിന് മുമ്പ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യൻ യൂത്ത് കോൺഗ്രസും കൈമാറുമെന്ന് പറഞ്ഞിരിക്കുന്ന വീടും ഭൂമിയും ഞങ്ങൾ കൈമാറിയിരിക്കും. ഈ പറഞ്ഞ സർക്കാർ വീടുകൾ, അതിന് സ്ഥലം കണ്ടെത്തി നിയമപരമായി സുപ്രീം കോടതി വരെ പോയി ആ ഭൂമി എടുത്ത് അവിടെ വീട് വെക്കാൻ ഈ പ്രതികൂലമായ കാലാവസ്ഥയിൽ എടുക്കുന്ന കാലതാമസവും അവസ്ഥയും നമുക്കറിയാം, തർക്കമില്ല. പക്ഷേ അങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങൾ ഈ പ്രഖ്യാപനത്തിൽ തന്നെ ഇപ്പോഴും നിൽക്കുകയാണ്. നിങ്ങൾ പ്രഖ്യാപിച്ച ഭൂമി എവിടെയാണ് ആ വീട് വെക്കുന്നത്? ഇതുപോലും പോയിന്റ് ഔട്ട് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളൊരു പ്രശ്നമില്ലേ? മേപ്പാടിയിൽ ഉൾപ്പെടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മുസ്ലിം ലീഗും കണ്ടെത്തിയ ഭൂമിയുടെ രേഖാപരമായ പ്രൊസീജിയർ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ആരാ തുരങ്കം വെച്ചത്? ഈ നാട്ടിലെ മുഴുവൻ മീഡിയാസും കണ്ടതാണ്. ഒരു ഗവൺമെൻറ് ജീവനക്കാരനെ, NGO യൂണിയൻ്റെ പിൻബലമുള്ള ഒരു ജീവനക്കാരനെ ഉപയോഗിച്ച് അവിടെ ഒരു തരത്തിലുമുള്ള പഴുതടച്ച രീതിയിൽ തർക്കമില്ലാത്ത ഭൂമി വാങ്ങാനുള്ള 3ഓളം ഭൂമികളുടെ ഫയലുകളുമായി കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് പോവുകയാണ്. അത് ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ ആരെയും ഈ നാട്ടിലെ പാവപ്പെട്ട ആളുകളെ വഞ്ചിക്കില്ല. ആ ഫണ്ട് അടക്കം ഉപയോഗിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റിനെ ഇതും പറഞ്ഞിട്ട് കേസിൽ കക്ഷി ചേർക്കാൻ നോക്കിയല്ലോ. ഇതും പറഞ്ഞ് കക്ഷി ചേർക്കാൻ നോക്കിയല്ലോ. ഒരിക്കലല്ല. യൂത്ത് കോൺഗ്രസിന്റെ ഫണ്ട് ഉപയോഗിച്ച് ഞങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞ വീടുകൾ ഞങ്ങൾ കൊടുത്തിരിക്കും. മറ്റൊരു കാര്യം, ഗവൺമെന്റ് ഭൂമി പറഞ്ഞു. ഓക്കെ, അതേപോലെ തന്നെ ഞങ്ങൾ ആ ഗവൺമെന്റ് ഭൂമി ഞങ്ങൾ കൊടുക്കും. കോൺഗ്രസിനെ സംബന്ധിച്ച് ഞങ്ങൾ 1 വർഷത്തിനുള്ളിൽ ഈ പദ്ധതി ഈ ഗവൺമെന്റ് 1 വർഷം വേണ്ടി വന്നു തറക്കല്ലിടാനെങ്കിൽ അതിനുള്ളിൽ തന്നെ ഞങ്ങളും പൂർത്തീകരിക്കും. അതായത് ആ വീട് ക്ലിയർ കട്ടായിട്ട് പറയും. കോൺഗ്രസിന് ഒറ്റ വീട് കൊടുക്കും. 1 വർഷം, അതായത് 2026 നവംബർ മാസത്തിൽ 1 വർഷത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തീകരിച്ച് ഞങ്ങൾ പ്രഖ്യാപിച്ച 100 വീടുകൾ ഞങ്ങൾ ആ നാട്ടിലെ സാധു ജനങ്ങൾ കൊടുക്കും. ശരി, പക്ഷേ ഡേറ്റ് ഉണ്ട്. 1 വർഷം 365 ദിവസം. അപ്പൊ നാളെ വീണ്ടും 1 വർഷം എന്ന് പറഞ്ഞാൽ വീണ്ടും 361 ദിവസം കൂടെ കൂടും, അങ്ങനല്ലല്ലോ. ശരി, ഒറ്റ കാര്യം കൂടി, കോടതിയിൽ കിടക്കുന്ന കേസാണ് എന്ന് അറിഞ്ഞിട്ടാണ് ചില സുഹൃത്തുക്കൾ ഈ കർണാടക രാത്രി യാത്രാ നിരോധനത്തെ കുറിച്ച് പറയുന്നത്. കോടതിയുമായി ബന്ധപ്പെട്ട് ആ കേസ് നിലനിൽക്കുന്നിടത്തോളം ആർക്കൊക്കെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന രാഷ്ട്രീയപരമായ പരിമിതികളും നമുക്കൊരു ഇടപെടലിൻ്റെ പരിമിതികളൊക്കെ എല്ലാവർക്കും അറിയാം. ആ കാര്യങ്ങളൊക്കെ ഒരു നെഗോസിയേഷൻ പൊളിറ്റിക്സ് എന്നല്ലാതെ അതിനെക്കുറിച്ച് കാണാനില്ല. ഏതായാലും ഒരു ചെറിയ ആശ്വാസം തോന്നിയത് ഇന്ന് നിഷാന്ത്, ഉത്തരവാദപ്പെട്ട കോൺഗ്രസ് നേതാവ്, ഈ ചർച്ചയിൽ പറഞ്ഞു 1 വർഷത്തിനകം വീട് കൊടുക്കും.
എന്ന് പറഞ്ഞാൽ 2026 നവംബറിൽ വീട് കൊടുക്കും. പല കോൺഗ്രസ് നേതാക്കളോടും പല രൂപത്തിൽ ചോദിച്ചു നോക്കിയിട്ടും ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല. ചിരിച്ചതേ ഉള്ളൂ, കൈ ചൂണ്ടിക്കാട്ടിയിട്ടേ ഉള്ളൂ. പക്ഷേ നിഷാന്ത് അത്രയും ഞാനത് അങ്ങനെ തന്നെ പ്രാധാന്യത്തോടെ പറയുകയാണ്. നിഷാന്ത് പറയുന്നു 2026 നവംബറിൽ. ശ്രീ സഹദേവൻ അതിനെ സ്വാഗതം ചെയ്യുന്നുണ്ടോ? സർക്കാർ അതിനു മുമ്പ്, നിങ്ങൾ അതിന് മുമ്പ് കൊടുക്കും എന്നൊക്കെയാണ് പറഞ്ഞത്. മാർച്ചോ മറ്റോ ആണെന്ന് തോന്നുന്നു അല്ലേ? കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞതിനെ സ്വാഗതം ചെയ്യുന്നു. ശ്രീ നിഷാന്ത് പറഞ്ഞ അല്ല, ഇത് കഴിഞ്ഞിട്ട് ചില കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു ക്ലാരിറ്റി വരുത്തേണ്ടതുണ്ട്. അതായത് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞത് ആശ്രമ സ്കൂളിനെ പറ്റിയാണ്. എന്നെ പോലെ തന്നെ അദ്ദേഹത്തിന് ആ കാര്യം അറിയാം. കെട്ടിടത്തിന് കാലപ്പഴക്കം വരും. ആ കാലപ്പഴക്കം വരുന്ന കെട്ടിടം അവിടെ കുട്ടികളെ നിർത്തിക്കൊണ്ട് മാറ്റാൻ കഴിയില്ല. അതുകൊണ്ട് കുട്ടികളെ മറ്റൊരു കെട്ടിടത്തിലേക്ക് മാറ്റി അവിടെ പുതിയ കെട്ടിടത്തിന് വേണ്ടിയുള്ള ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. ആ കെട്ടിടത്തിന്റെ പണി ആരംഭിക്കുന്നതിന് വേണ്ടിയാണ് സ്കൂൾ അവിടുന്ന് പോകുന്നില്ല. തൽക്കാലത്തേക്ക് സ്കൂൾ മാറ്റിന്ന് മാത്രം. തൽക്കാലത്തേക്ക് മാറ്റിന്ന് മാത്രമേ ഉള്ളൂ. പറഞ്ഞപ്പോഴാണ് തൽക്കാലം കെട്ടിടം നിലനിർത്തിക്കൊണ്ട് ആ കെട്ടിടത്തിൽ നിന്നും കുട്ടികളെ നിലനിർത്തിക്കൊണ്ട് ആ കെട്ടിടം പുതുക്കി പണിയാൻ കഴിയില്ല. അതുകൊണ്ട് കെട്ടിടം പുതുക്കി പണിയാൻ ആ കുട്ടികളെ അവിടത്തേക്ക് മാറ്റി എന്നുള്ളത് ശരിയാണ്. ഇനി അടുത്ത് തന്നെ ആ കെട്ടിടത്തിൽ തിരിച്ചു വരും. യാതൊരു സംശയവും അക്കാര്യത്തിൽ വേണ്ട. മറ്റൊന്ന്, ഇവിടെ പറഞ്ഞു തവിഞ്ഞാൽ ഒരു ആത്മഹത്യ സംഭവത്തെ സംബന്ധിച്ച് ഇവിടെ പറഞ്ഞു. എത്ര വർഷമായി കഴിഞ്ഞിട്ട് കേരള ഹൈക്കോടതി തന്നെ പറഞ്ഞു അക്കാര്യത്തിൽ ഒരു കഴമ്പൂല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഹൈക്കോടതി തന്നെ പറഞ്ഞു കഴിഞ്ഞു, ആ കേസ് പോയി തള്ളിപ്പോയി. അങ്ങനെയുള്ള സംഭവമാണ്. പിന്നെ ഇവിടെ പറഞ്ഞത്, ഇവിടെ ഈ മുണ്ടക്കൈ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭൂമിക്ക് ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് എന്തോ പെർമിഷൻ കൊടുക്കാത്തതുകൊണ്ടാണ് നടക്കാത്തതെന്ന് രൂപത്തിൽ ഇവിടെ പരാമർശിച്ചു. യഥാർത്ഥത്തിൽ മേപ്പാടി പഞ്ചായത്താണ് അനുമതി നിഷേധിച്ചത്. മേപ്പാടി പഞ്ചായത്ത് ഭരിക്കുന്ന മുസ്ലിം ലീഗും കോൺഗ്രസുമാണ്. എന്തുകൊണ്ടാണ് കൊടുക്കാത്തത്? ഒരു കാരണവശാലും കൊടുക്കാൻ പറ്റില്ല. കൊടുക്കാൻ പറ്റാത്ത പ്ലാന്റേഷൻ ഭൂമിയാണ് എടുത്തത്. ആ പ്ലാന്റേഷൻ ഭൂമിയിൽ വീട് വെക്കാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ടാണ് അവർ നിഷേധിച്ചത്. അല്ലെങ്കിൽ അവരോട് ചോദിക്കണം, അവരാണ് ഉത്തരവാദി. കോൺഗ്രസ് ലീഗുമാണ് കൊടുക്കാത്തത്, ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് അല്ല. മറ്റൊന്നുള്ളത്, നമ്മുടെ കർണാടക യാത്രയെ സംബന്ധിച്ച് എത്ര കാലമായി നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇങ്ങനെ എന്തിനാ പറയുന്നത്? കർണാടക കോടതിയിലാണ് വിഷയം. കോടതിയിലാണ്. കർണാടക ഗവൺമെന്റ് കൊടുക്കുന്ന പരിമിതിയുണ്ട്. കർണാടക ഗവൺമെന്റ് കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ടിനെ ആസ്പദമാക്കിയിട്ടാണ് കോടതി വിഷയം എടുക്കുക. കർണാടക ഗവൺമെന്റ് ഇപ്പോൾ NOC കൊടുത്താൽ കേന്ദ്ര ഗവൺമെന്റ് അതിന് പരിഹാരം ഉണ്ടാക്കും. സുപ്രീം കോടതി അതിന് പരിഹാരം ഉണ്ടാക്കും. പക്ഷേ കർണാടക ഗവൺമെന്റ് ഇതുവരെ അതിന് കൊടുത്തില്ല. ഇതിനു മുമ്പ് ശ്രീ രാഹുൽ ഗാന്ധിയും അടക്കമുള്ള ആളുകൾ പറഞ്ഞത് അവിടെ മുമ്പ് BJP ആണ് ഭരിക്കുന്നത്. അതുകൊണ്ട് രണ്ടും കേന്ദ്രവും കേരളവും കർണാടകവും അവരാണ്. അതുകൊണ്ടാണ് സാധിക്കാത്തത്. ഇപ്പോൾ കോൺഗ്രസ് ഗവൺമെൻറ് ആണല്ലോ. എന്നാൽ എന്തുകൊണ്ട് ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് മാറ്റി കൊടുക്കുന്നില്ല? കർണാടക ഗവൺമെൻറ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫാക്ടിനെ ആസ്പദമാക്കിയിട്ടാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ആ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത്. അതാണ് യാഥാർത്ഥ്യം. അക്കാര്യത്തിൽ കേന്ദ്രത്തിന് കുറച്ചുകൂടി വയനാടിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചുകൂടെ? ആശ്രമ സ്കൂളായിട്ട് ബന്ധപ്പെട്ട് 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കാനുണ്ട്. കഴിഞ്ഞ ജൂലൈ മാസം 30-ന് മുമ്പേ ഈ ആശ്രമ സ്കൂളിലെ കുട്ടികളെ മാറ്റിപ്പാർപ്പിക്കണം എന്ന് തീരുമാനിച്ചതായിരുന്നല്ലോ. ആറളത്ത് പുതുതായി നിർമ്മിക്കപ്പെട്ടു എന്ന് പറയുന്ന ആ കെട്ടിടത്തിലേക്ക്, അല്ലെങ്കിൽ ഈ വിദ്യാർത്ഥികൾക്ക്, ആദിവാസി വിദ്യാർത്ഥികൾക്ക് താമസിക്കാൻ വേണ്ടി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള, താൽക്കാലികമായി മാറ്റിപ്പാർപ്പിക്കാൻ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ആ സ്കൂളിലേക്ക് വൈദ്യുതി കണക്ഷൻ ലഭിക്കാൻ ഏതാണ്ട് ജൂലൈ മുതൽ ഈ പറഞ്ഞ ഈ ഒക്ടോബർ മാസം അവസാനം വരെ എടുക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഒരവസ്ഥ. അത്രയും കാലം ഈ ആദിവാസി കുട്ടികൾ ഒറ്റ മുറിയിലാണ് താമസിച്ചത് എന്ന വാർത്തയും ഇവിടുത്തെ ഇടതുപക്ഷമൊഴികെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ശക്തമായ സമരവുമായി പോയപ്പോഴാണ് അതിന് വൈദ്യുതി കൊടുക്കാനും അതുപോലെ തന്നെ ആ കുട്ടികളെ ഉടനെ പാർപ്പിക്കുവാനും അവസരമുണ്ടായിട്ടുള്ളത്. കർണാടക കേന്ദ്രത്തിന് കുറച്ചുകൂടി വളരെ ആധികാരികമായി സൂചിപ്പിച്ചാണ് ബഹുമാനപ്പെട്ട നിങ്ങളുടെ സർക്കാർ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അതെ, ഞങ്ങളുടെ സർക്കാർ കേരളത്തിൽ ആ സമയത്ത് നോക്കൂ. ഞാൻ പറയാം, നമ്മുടെ ആളുകൾക്ക് വേണ്ടിയല്ലേ. ഞാൻ പറയട്ടെ, BJP ഗവൺമെൻറ് കർണാടകയിൽ ഭരിക്കുന്ന സമയത്ത് ഇവിടുത്തെ കോൺഗ്രസും ഇടതുപക്ഷവും ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ ഒരുമിച്ച് കൂട്ടി കർണാടകയിൽ പോയി കർണാടകയുടെ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന യെദ്യൂരപ്പയെ കാണുകയും ഒരുമിച്ച് അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പം ഈ ആവശ്യം ഉന്നയിച്ചിട്ടുള്ള ഇടതുപക്ഷം ആണല്ലോ കേരളം ഭരിക്കുന്നത്. നിങ്ങൾ മുൻകൈയെടുത്ത് ആ രാത്രിയാത്രാ നിരോധനം നീക്കുന്നതിന് വേണ്ടി മുൻകൈ എടുക്കുമോ? തിരിച്ച് ഞാൻ ചോദിക്കുകയാണ്. അതിലാണ് കർണാടകയുടെ സ്റ്റേറ്റ്മെന്റ് പ്രധാനമാണെന്ന് പറഞ്ഞത്. ഈ വിഷയം കോടതിയിലാണ് എന്ന് പറഞ്ഞു. കേരള ഗവൺമെന്റ് എവിടെയാണ് നിങ്ങൾക്ക് സംസാരിക്കാം? ഗവൺമെന്റ് മുഖ്യമന്ത്രിയും വനം വകുപ്പ് മന്ത്രിയും കർണാടക ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കാര്യത്തിൽ അടിയന്തരമായും കർണാടക ഗവൺമെന്റ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട് തയ്യാറാക്കി സുപ്രീം കോടതിക്ക് കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടതാണ്. അതിൽ അനുകൂലമായ നിലപാട് സ്വീകരിക്കാൻ ചോദ്യങ്ങൾ. ഞാൻ ടാക്സി ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഈ ടൗണിൻ്റെ സ്ഥിതി നിങ്ങൾക്ക് അറിയാലോ. ഒരു മാസം കൊണ്ട്
ആ സ്റ്റാൻഡ് മുതൽ ഈ എരുമത്തൂർ വരെ എല്ലാ വണ്ടി ഏതെങ്കിലും പാർക്കിങ്ങിൽ വെച്ച് കഴിഞ്ഞാൽ അവർ ക്യാമറ ഫൈൻ അടിച്ച് പോകുന്നു. മീൻ മാർക്കറ്റിൽ മീൻ മേടിക്കാൻ നിർത്തിയ വണ്ടിക്ക് എനിക്ക് ഫൈൻ അടിച്ചിട്ടുണ്ടായി. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിനൊരു സൊല്യൂഷൻ ഇവർ കണ്ടെത്തണ്ടേ? പാർക്കിംഗ് ഇല്ല. വയനാട് നഞ്ചങ്കോട് രാത്രികാല നിരോധനവും ഇവിടെ സംബന്ധിച്ചു. പക്ഷേ എന്തുകൊണ്ട് നിങ്ങൾ ചർച്ച നടത്തിയിട്ടില്ല? ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നിട്ട് പിന്നെ ഇതാ ചെയ്തു പറഞ്ഞാൽ നിങ്ങൾ ഭരിക്കുന്ന പാർട്ടി, കേന്ദ്രം ഭരിക്കുന്നത് ആരാണോ, സംസ്ഥാനം ഭരിക്കുന്നത് ആരാണോ, ഇനി കോൺഗ്രസ് ഭരിക്കുവാണോ, അവരാരെങ്കിലും അവർ ചെയ്യണ്ടേ? കർണാടക സംസ്ഥാനം ഇക്കാര്യത്തിൽ വയനാടിനും കേരളത്തിനും സഹായകരമാകുന്ന, കർണാടകം ആയിക്കോട്ടെ കേരളം ആയിക്കോട്ടെ, നമ്മുടെ അല്ല, ഇദ്ദേഹം പറഞ്ഞത് കർണാടകത്തിന്റെ നിലപാടാണ് ഇതിലൊരു വലിയ തടസ്സമായി നിൽക്കുന്നത്. അപ്പോൾ ആ സർക്കാരിനോട്, ആ സംസ്ഥാനത്തോട് വയനാട്ടുകാർ പറയുന്നത് എന്താണ്? നിങ്ങൾ ഇതിനു വേണ്ടി അനുകൂലമായി നിൽക്കണം. രാത്രി യാത്രാ നിരോധനവുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ്. ആ ഉത്തരവിറക്കിയത് ഒരു ജില്ലാ കളക്ടറാണ്. ഇപ്പോഴാണ് ആ വിഷയം കോടതിയിലേക്കൊക്കെ പോയത്, വർഷങ്ങൾക്ക് ശേഷം. ആ ഉത്തരവിറക്കിയത് ഒരു ജില്ലാ കളക്ടറാണ്. അന്ന് അവിടെ ഭരിക്കുന്നത് കോൺഗ്രസ്സാണ്. ഒരു ജില്ലാ കളക്ടർ ഇറക്കിയ ഉത്തരവ് പിൻവലിപ്പിക്കാൻ ഒരു ഗവൺമെൻറ്റിന് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ പരാജയമല്ലേ എന്നാണ് എൻ്റെ സംശയം. ഇഷാന്ത്, ഇതിലൊരു പ്രശ്നം, നേരത്തെ രാഹുൽ ഗാന്ധി, ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി കോൺഗ്രസിനെ നയിക്കുന്ന നേതാക്കളാണ്. അവരിവിടെ ഈ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുമ്പോൾ ആ സർക്കാരിനെ, ഈ ആളുകളുടെ ഒരു ആവശ്യത്തിന് വേണ്ടി എത്ര ശക്തമായും എത്ര വേഗത്തിലും കാര്യമായി ഇടപെടാം, ആ സർക്കാരിനെ കൊണ്ട് കുറച്ചുകൂടി നിലപാട് മാറ്റി കോടതിയിൽ അഫിഡവിറ്റ് കൊടുക്കാം. ഇത് ചെയ്യാൻ എന്തേ കഴിയാതെ പോകുന്നത്? അത് പ്രധാന വിഷയം. ഈ വിഷയത്തിൽ വയനാടിൻ്റെ ഒരു പൊതുവികാരം ഞങ്ങളുടെ പ്രിയപ്പെട്ട ജനപ്രതിനിധികളെ ധരിപ്പിക്കുകയും, പക്ഷേ കോടതിയിലാണ് എന്ന കൃത്യമായ പരിമിതി ആ വിഷയത്തിലുണ്ട്. ഞാൻ പറഞ്ഞത് കർണാടക സർക്കാരിനോട് സമീപിക്കാമല്ലോ. എന്റെ ചോദ്യം അതിന്റെ നടപടികളും അത് സ്പീക്കർ ഉൾപ്പെടെയുള്ള ആളുകളും ഒക്കെയായി ഈ കഴിഞ്ഞ ദിവസങ്ങൾ വയനാട്ടിലടക്കം വെച്ച് ചർച്ച നടത്തിയിട്ടുണ്ട്. ഞങ്ങൾക്ക് അതിന്റെ അന്തമായ കാഴ്ചപ്പാടൊന്നും കോടതിയിലെ വിഷയത്തെ സമീപിക്കുന്നതിന്റെ പരിമിതികൾ ആ കൃത്യമായി മനസ്സിലാക്കണമെന്നാണ് സൂചിപ്പിക്കുന്നത്. യോജിപ്പുണ്ടോ? അംഗീകരിക്കുന്നുണ്ടോ? വയനാട്ടിൽ വെച്ച് തന്നെ ഈ വിഷയങ്ങളിൽ പ്രിയങ്ക ഗാന്ധി എം പി ആയതിനു ശേഷം കർണാടകയിലെ സ്പീക്കറുമായി അടക്കം ബന്ധപ്പെട്ട് സംസാരിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ സ്റ്റെപ്സ് മുന്നോട്ട് പോകുന്നു. ഞാൻ മനസ്സിലാക്കിയത് സുപ്രീം കോടതി കർണാടക ഗവൺമെൻറ്റിനോട് അവരുടെ ആവശ്യം എന്താണ്, എങ്ങനെയാണ് ഈ വിഷയത്തെ പരിഹരിക്കാൻ വേണ്ടി കഴിയുക എന്ന് അവരോട് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ചോദിച്ചാൽ സ്വാഭാവികമായിട്ട് ആ ഗവൺമെൻറ് അവരൊരു സ്റ്റേറ്റ്മെൻറ്റ് ഫയൽ ചെയ്യണം. ആ സ്റ്റേറ്റ്മെൻറ്റ് ഇതുവരെ ഫയൽ ചെയ്യാൻ തയ്യാറായിട്ടില്ല. അത് അനുകൂലമായി ഇത് ഞങ്ങൾ പിൻവലിക്കാവുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നതാണ്, ആ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുക. അതല്ലെങ്കിൽ ബദൽ മാർഗം ഇത് ഏതെങ്കിലും ഒന്ന് നിർദ്ദേശിക്കണമെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ട് ഇപ്പോൾ വർഷങ്ങളായി ഇതുവരെ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാൻ കർണാടക ഗവൺമെൻറ് തയ്യാറായിട്ടില്ല. ആ കർണാടക ഗവൺമെൻറ്റിനോട് ഇവിടുത്തെ എം പി എന്നുള്ളത് മാത്രമല്ല, പോട്ടെ, നമ്മുടെ സർക്കാരിന് എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ സർക്കാരിന് ഇക്കാര്യത്തിൽ കാഴ്ചപ്പാടുണ്ടോ? ഇനി ഒരു ബദൽ നിലപാട് വന്നാൽ അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ടോ? കർണാടകത്തെ കുറ്റം കേരളത്തിന്റെ സർക്കാർ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും വനം വകുപ്പ് മന്ത്രിയും ട്രാൻസ്പോർട്ട് മന്ത്രിയും ഉൾപ്പെടെയുള്ള ആളുകൾ കർണാടക ഗവൺമെന്റുമായി ബന്ധപ്പെട്ടു. അങ്ങനെ ബന്ധപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ നീങ്ങുമെന്നുള്ള പ്രതീക്ഷയാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ കർണാടക ഗവൺമെന്റ് തയ്യാറായിട്ടില്ല. അതിന് പല ന്യായങ്ങളും അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർ കേവല പരിസ്ഥിതിവാദമാണ് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ ബദൽ സംവിധാനത്തെക്കുറിച്ചും ആലോചിക്കണം. അവിടെ പില്ലർ വെച്ചിട്ടുള്ള റോഡുണ്ടാക്കി, അല്ലെങ്കിൽ ടണൽ റോഡുണ്ടാക്കി അതിലൂടെ സഞ്ചാരയോഗ്യമായിട്ടുള്ള മാർഗം കണ്ടെത്തണം എന്ന രൂപത്തിലുള്ള നിർദ്ദേശവും കേരള ഗവൺമെന്റ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എനിക്കിതിലൊരു സംശയം ഇവർ പറഞ്ഞതിൽ കേട്ടെ. ഇപ്പം മുത്തങ്ങ ചെക്ക് പോസ്റ്റ് രാത്രി 9 മണി വരെ മറ്റോ ഞാൻ കേട്ടതാണ്, 9:30 വരെ ഉണ്ട്. പക്ഷേ മാനന്തവാടിയുടെ അടുത്തുള്ള ചെക്ക് പോസ്റ്റ് വൈകിട്ട് 6 മണിക്ക്. നമ്മുടെ കടകൾ പോലും അടയ്ക്കില്ല, നേരത്ത് 6 മണിക്ക് അടയ്ക്കുന്നു. അത്തരം ഒരു കാര്യത്തിനെങ്കിലും ഒരു മാറ്റം. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ട ഒരു ബോർഡ് എന്താ പറയുക, മാനന്തവാടിയിൽ നിന്ന് 100-102 കിലോമീറ്റർ ഉള്ളൂ മൈസൂർ. ഈ വിഷയത്തിലാണ് വയനാട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൃത്യമായി എം പിയുമായി ഇടപെട്ട് അതിനുശേഷം കർണാടകത്തിലെ സ്പീക്കറെ വയനാട്ടിൽ മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ട് വന്ന സമയത്ത് ഉത്തരവാദിത്തോടു കൂടി മണിക്കൂറുകളെടുത്ത് ചർച്ച നടത്തി സമയത്തിൻ്റെ മാറ്റം വരുത്താനാണ് ഞങ്ങൾ ആദ്യപടിയായി പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികൾ എന്ന നിലയിൽ, ഇന്ത്യയിലെ ഞങ്ങളുടെ നേതാക്കൾ എന്ന നിലയിൽ കർണാടക ഗവൺമെൻറ്റിന് ആ അഫിഡവിറ്റ് അമെൻമെൻറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട നിർദ്ദേശവും സമർപ്പിച്ചിട്ടുണ്ട്. സ്വാഭാവിക കാലതാമസം ഉണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഉറപ്പുകൾ നിങ്ങൾ എങ്ങനെ എടുക്കുന്നു എന്ന് അറിയാൻ താല്പര്യമുണ്ട്. ഒരു നിമിഷം, ഈ മുമ്പ് പറഞ്ഞ ഈ ട്രാഫിക് പ്രശ്നമൊക്കെ അല്ലെങ്കിൽ പാർക്കിംഗ് ഇല്ലായ്മ എന്നൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരുടെ മുമ്പിൽ നിന്ന് ഈ അഭിപ്രായത്തെ നിങ്ങൾ 3 കൂട്ടരും സജീവമായി പരിഗണിക്കും എന്ന് ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പരിഗണിക്കണം എന്ന് അഭ്യർത്ഥിക്കാനേ നമുക്ക് കഴിയൂ. പക്ഷേ വോട്ടർമാരുടെ ഒരു വിഷയമാണ് ഈ വളരുന്ന മാനന്തവാടി ടൗണിന് അതിനനുസൃതമായ ഒരു പാർക്കിംഗ് വേണ്ടതില്ലേ എന്നൊരു പ്രധാന വിഷയം ഉയർന്നു വന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ് അതിന്. ഈ മുണ്ടക്കൈ ചൂരൽമല ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട് സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റി എത്ര പിരിച്ചു എന്നുള്ള കണക്ക് സംസ്ഥാന പ്രസിഡന്റിന് അറിയില്ല.
എത്ര വീട് കൊടുക്കുമെന്ന് ചോദിച്ചപ്പോൾ KPCC പ്രസിഡന്റ് പറയുന്നത് 50, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് 30, വേറൊരാൾ പറയുന്നത് 40. അതിൻ്റെ തീരുമാനം ഇതുവരെ ആയിട്ടില്ല. അത് സംസ്ഥാന തലത്തിൽ പിരിച്ച് അതവിടെ നിൽക്കട്ടെ. മാനന്തവാടി ടൗണിൽ മാനന്തവാടിയിലെ കോൺഗ്രസ് കമ്മിറ്റി ഒരു ഫണ്ട് പിരിച്ചിട്ടുണ്ട്. മാനന്തവാടിയിൽ യൂത്ത് കോൺഗ്രസ് പിരിച്ചിട്ടില്ല എന്ന് പറയരുത്. വാളാട് അസീസ്, ജംഷീർ ഇവർ രണ്ടാളും കൂടി പിരിച്ചിട്ടുണ്ട്, റെസീറ്റ് തന്നിട്ട്. അതിൻ്റെ അടിയിൽ നറുക്കെടുത്തിട്ട് 1ാം സമ്മാനം ഒരാട് അതും കൊടുക്കുന്നുണ്ട്. ആർക്കെങ്കിലും ഒരാട് കൊടുത്തായിട്ട് മാനന്തവാടിയിൽ ഏറ്റവും നല്ല ഔന്നിത്യത്തിലിരിക്കുന്ന ഒരു കോൺഗ്രസിൻ്റെ നേതാവെന്ന നിലയ്ക്ക് മാനന്തവാടി മണ്ഡലത്തിൽ പിരിച്ച പൈസയുടെ കണക്കെങ്കിലും നിശാന്തിന് പറയാൻ കഴിയും. സുഹൃത്തെ, താങ്കൾ പറയുന്നത് ഈ പിരിച്ചത് വീടിന് വേണ്ടിയിട്ടാണോ? മുണ്ടക്കൈ ചൂരൽമല ദുരന്തം. ഓ, ഞാൻ വീട് പോയിട്ട് ആട് പോലും കിട്ടിയില്ല. ആട് പോയിട്ട് പൂട പോലും ഇല്ല. ആട് പോയിട്ട് പൂട പോലെ നിശാന്ത് മിനിറ്റ്. മാനന്തവാടി പട്ടണത്തിൽ നിന്ന് പിരിച്ച പൈസയുടെ കണക്കെങ്കിലും നിശാന്തിന് അറിയോ? വേറൊന്നും പറ, സംസ്ഥാന തലത്തിൽ ഒന്നും പറയണ്ട. യൂത്ത് കോൺഗ്രസ് ആണ് ആ പിരിവ് നടത്തിയത്. വയനാട് കേരളത്തിൽ എന്റെ പണി എന്ന് പറയുന്നത് വയനാട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി KPCC കൊടുക്കാൻ പറഞ്ഞ വീടുകൾ അത് 100 വീടുകളാണ്. അത് യൂത്ത് കോൺഗ്രസിന്റെ വീട് ഉൾപ്പെടെ NGO അസോസിയേഷൻ്റെ ഉൾപ്പെടെ വിവിധ പോഷക സംഘടനകളുടെ ഉൾപ്പെടെയുള്ള വീടുകളാണ് ഞങ്ങൾ പ്രഖ്യാപിച്ചത്. ആ വീടുകൾ കൊടുക്കുമെന്ന കൃത്യമായ സ്റ്റേറ്റ്മെന്റ് ഉത്തരവാദിത്വ ബോധത്തോട് ഞാൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹിയായി മാനന്തവാടിയിൽ ഫണ്ട് കളക്ഷൻ നടത്തിയിട്ടുണ്ട്. അത് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി കൊടുത്തിട്ടുണ്ട്. അതിനെതിരെ വിജിലൻസ് അന്വേഷണം നടത്തുന്ന പാർട്ടിയുടെ പേരും ഭരണകക്ഷിയുടെ പേരും CPM ആണ്. മാനന്തവാടിയിലെ മാനന്തവാടിയിൽ നിന്ന് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് അത് ഇവിടുത്തെ യൂത്ത് കോൺഗ്രസ് പിരിച്ച പൈസയുടെ കണക്ക് ഇവിടുത്തെ മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാരുടെ മുമ്പിൽ വിളമ്പാനുള്ളതല്ല. അവിടെ വീട് ഞങ്ങൾ വെച്ചു കൊടുക്കും. പിരിച്ച കണക്ക് എവിടെയെന്നാണ് ചോദ്യം. പിരിച്ച കണക്ക് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി കൊടുത്തിട്ടുണ്ട്. സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിക്കും അത് KPCCക്കും കൊടുത്തിട്ടുണ്ട്. കൃത്യമായും ആ വീടുകൾ നിർമ്മാണം നടത്തിയിരിക്കും. മാനന്തവാടിയിൽ നിന്ന് പിരിച്ച CPMന്റെ കണക്ക് കൂടി പറയണം. നിങ്ങളുടെ പൈസ കണക്ക് കൂടി പറയണം. മാനന്തവാടി ഏരിയ കമ്മിറ്റി പിരിച്ച പൈസ എത്രയാ, എവിടെയാ അടച്ചത്, എവിടെയാ നിർമ്മാണം നടന്നത്? ഞങ്ങൾ ആ രീതിയിൽ രാഷ്ട്രീയം പറയുകയാണെങ്കിൽ രാഷ്ട്രീയം നല്ല രീതിയിൽ പറയും. മാനന്തവാടിയിൽ നിന്ന് ആധികാരികമായി ജനങ്ങൾ തന്നിട്ടുള്ള സഹായം 3 കോടി രൂപ പല രൂപത്തിൽ സ്വരൂപിച്ച് തോട്ടം തൊഴിലാളികൾ ഉൾപ്പെടെ ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതുവരെ വരാത്ത കണക്കാ. ഇതുവരെ CMDRF കൊടുത്താൽ രേഖയുള്ളതാണ് നിശാന്തേ. നിശാന്തേ, അതിന് രേഖയുള്ളതല്ലേ? ഇതുപോലെ കണക്ക് പറ. അദ്ദേഹം ചോദിച്ചപ്പോ കൃത്യം കണക്ക് വെച്ചല്ലോ. നിങ്ങൾ വെല്ലുവിളിച്ചു, അദ്ദേഹം കണക്ക് പറ. യൂത്ത് കോൺഗ്രസ് ആണ് ഫണ്ട് പിരിച്ചത്. അത് സംസ്ഥാന കമ്മിറ്റി കാണിച്ചിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസുമായി സംസാരിച്ചതിന് ശേഷം പറയും. യൂത്ത് കോൺഗ്രസിന് പറയുന്നുണ്ടല്ലോ, ഇവിടെ യുവജന സംഘടന DYFI അവരാദ്യം 30 വീട് കൊടുക്കുന്ന പറഞ്ഞത്, പേടിച്ചിട്ടാണ് പറഞ്ഞത് അത്രയും സംഖ്യ കിട്ടുമെന്ന് ചോദിച്ചിട്ട്. അവസാനം കിട്ടി വന്നപ്പോൾ 100 വീടിനുള്ള കാശ് മുഖ്യമന്ത്രി ഏൽപ്പിച്ചിട്ടുള്ള യുവജന പ്രസ്ഥാനമാണ്. അവര് വെറുതെയല്ല കല്ല് നിശാന്ത് മറന്നുപോയതാണ്. താങ്കൾ തന്നെ പറഞ്ഞു 300-ൽ പരം വീടുകൾ അവിടെ പണിയുന്നത് നടക്കുന്നു, ഞങ്ങൾ അംഗീകരിച്ചു. അതിൽപ്പെട്ടതാണ് ഈ പണം. സഹായിക്കാൻ കല്ല് ചുമന്നു, ചായക്കട നടത്തി, എല്ലാം നടത്തിയിട്ടാണ് സംഘടിപ്പിച്ചത്. ചായക്കടയിൽ ഞങ്ങളൊക്കെ പോയിട്ടുണ്ട്. ഞങ്ങൾ രാഷ്ട്രീയം നോക്കിയിട്ടല്ല, ഡൊണേഷൻ നൽകിയവരാ. അല്ല, ആടിന്റെ വിഷയമാണല്ലോ പറഞ്ഞത്. പ്രിയപ്പെട്ട സർജിയോട് ഒരു കാര്യം ചോദിക്കട്ടെ. ബ്രഹ്മഗിരിയിലെ പോത്തിന്റെ വിഷയം കൂടി ചർച്ച ചെയ്യണം. ബ്രഹ്മഗിരിയിലെ പോത്തിന്റെ വിഷയം കൂടി ചർച്ച ചെയ്ത് പോവാം നമുക്ക്. ബ്രഹ്മഗിരിയിലെ പോത്തിന്റെ വിഷയം എടുക്ക്. അങ്ങനെ ആടും പൂടയും ചർച്ച ചെയ്യുമ്പോ പോത്താക്കി മാറ്റിയ ജനങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യണം. പാവപ്പെട്ട ജനങ്ങള്, അതും കൂടി ഒന്ന് ചർച്ച ചെയ്ത് പോകണം. ബ്രഹ്മഗിരിയിലെ പോത്തിന്റെ വിഷയം ചർച്ച ചെയ്താൽ യൂത്ത് കോൺഗ്രസിന്റെ ആടിന്റെ വിഷയം തീരുമെങ്കിൽ ഞാൻ അത് പറയാം. അതിൽ ഇത്രയും ബ്രഹ്മഗിരിയിൽ കുറെ നിക്ഷേപകരുണ്ടായിരുന്നു. ആ പൈസക്ക് കുറെ വനിതകളും ഞാൻ എടുത്തു പറയുന്നത്, ആ വനിതകളെ ആ നിക്ഷേപം കൊടുക്കുവാനുള്ള എന്തെങ്കിലും തീരുമാനം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടോ എന്നുള്ളതാണ് എനിക്കറിയേണ്ടത്. ബ്രഹ്മഗിരി ഒരു മാംസ സംസ്കരണ ഫാക്ടറിയാണ്. ആ ഫാക്ടറി പ്രവർത്തനം തുടങ്ങി കുറേ കാലം മുന്നോട്ട് പോയി. അതിനിടയിൽ കേന്ദ്ര BJP ഗവൺമെൻറ് വന്നപ്പോൾ പോത്തിനെയൊക്കെ അങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ചെറിയ തടസ്സങ്ങളൊക്കെ വന്ന് എല്ലാവർക്കും അറിയാം.
ആ തടസ്സത്തിൻ്റെയൊക്കെ ഭാഗമായി ചില സാമ്പത്തിക പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് വളരെ വേഗം പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് അതിൻ്റെ ഭരണസമിതി കേരളത്തിലെ ഗവൺമെൻറ് സഹായത്തോടു കൂടി അഹോരാത്രം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആരെയും വഞ്ചിക്കൂല, ആരെയും വഴിയാതരാക്കൂല, എല്ലാവരുടെയും നിക്ഷേപം തിരിച്ചു കൊടുക്കും. ഒരു സംശയവും വേണ്ട, അത് അഴിമതിയല്ല. കേന്ദ്ര സർക്കാർ കയ്യടിയിൽ പോലും ഒരു ആത്മാർത്ഥമാണ്. മുമ്പിലിരിക്കുന്നവർ കൂടി, മുമ്പിലിരിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട പ്രവർത്തകർ കൂടി വഞ്ചിക്കപ്പെട്ടിട്ടുള്ളതും എന്നും അന്വേഷണം നടക്കുന്നുവെന്നാണോ പറയുന്നത്? കർണാടകയിൽ നിന്ന് പോത്തിനെ കൊണ്ടുവരാൻ പറ്റാത്തതുകൊണ്ടാണ് അവിടെ അഴിമതി നടന്നിട്ടുള്ളത്. അവിടുത്തെ അഴിമതിക്കെതിരെ എൻഫോഴ്സ്മെന്റ് അന്വേഷണം നടക്കുന്നത് അതുകൊണ്ടാണോ? അഴിമതി എന്നല്ല ഞാൻ പറഞ്ഞത്, മനസ്സിലാക്കി തെറ്റിപ്പോയിട്ടെങ്കിൽ പറഞ്ഞോ. ഞാൻ അഴിമതി എന്നല്ല പറഞ്ഞിട്ടുള്ളത്. കർണാടകത്തിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും പോത്തിനെ കൊണ്ടുവരാനുള്ള ചില നിയന്ത്രണങ്ങളൊക്കെ വന്നു. അതിനെ തുടർന്ന് ചില സാമ്പത്തിക പ്രയാസങ്ങളുണ്ടായി, ഫാക്ടറി റൺ ചെയ്യാൻ കഴിയാത്ത പ്രശ്നം ഉണ്ടായി. അതേ തുടർന്നാണ് അത് റിവൈവൽ പ്രൊജക്റ്റാണിപ്പോൾ, അത് ഗവൺമെൻറ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസിൻ്റെ പ്രതിനിധി പറഞ്ഞത് എത്ര രൂപ പിരിച്ചു എന്ന് ആൾക്കൂട്ടത്തിനിടയിൽ പറയേണ്ട കാര്യമില്ല എന്ന്. എത്ര രൂപ പിരിച്ചു എന്ന് ഒരാൾക്കൂട്ടം ചോദിക്കുമ്പോൾ ഈ ആൾക്കൂട്ടത്തിനിടയിൽ നിന്നാണ് പൈസ പിരിച്ചത്. ഇവിടുത്തെ ഓട്ടോ തൊഴിലാളികളുടെ കയ്യിൽ നിന്ന്, ഇവിടുത്തെ കച്ചവടക്കാരൻ്റെ കയ്യിൽ നിന്ന്, ഇവിടുത്തെ വഴിയോര കച്ചവടക്കാരുടെ കയ്യിൽ നിന്ന്. ആ പിരിച്ച തുകയുടെ കണക്ക് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷന് പോലും പറയാൻ വേണ്ടി കഴിയുന്നില്ല. ആ സംസ്ഥാന അധ്യക്ഷനെതിരെ സംഘടനാ നടപടി സ്വീകരിച്ച സംഘടനയുടെ പേരാണ് കോൺഗ്രസ്. എന്നിട്ടും യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിനിധി ഇവിടെ വന്ന് അയാളെ പിന്നെയും വെള്ളപൂശാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇവർ ആശ്രമ സ്കൂളിൻ്റെ വിഷയം പറഞ്ഞു. ആശ്രമ സ്കൂൾ ഇവിടുന്ന് മാറ്റരുത് എന്ന് പറഞ്ഞ് ORK മിനിസ്റ്ററുടെ ഓഫീസിലേക്ക് സമരം നടത്തിയ സംഘടനയുടെ പേര് യൂത്ത് കോൺഗ്രസ് ആണ്. ഇവിടെ യൂത്ത് കോൺഗ്രസ് സമരം നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് ആദ്യഘട്ടത്തിൽ ബഡ് സ്കൂളിന്റെ പ്രവർത്തനം മാറ്റാൻ വേണ്ടി തീരുമാനിച്ചിട്ട് പിന്നെ മാറ്റാതായി പോയത്. ഇത്തരത്തിൽ ഇവിടെ വസ്തുതാവിരുദ്ധമായ കാര്യം മാത്രമാണ് കോൺഗ്രസ് പ്രതിനിധി എന്നുള്ള നിലയിൽ പറഞ്ഞു പോകുന്നത്. മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ഇവിടുത്തെ BJPയുടെ പ്രതിനിധിയും കോൺഗ്രസിന്റെ പ്രതിനിധിയും ഒരേ നിലപാട് സ്വീകരിച്ചാ പോകുന്നത്. എല്ലാ വിഷയങ്ങളും ഇപ്പൊ കോൺഗ്രസിന്റെ പ്രതിനിധിയുടെയും BJPയുടെ പ്രതിനിധിയും കൂടി ഒരു പായ വിരിച്ച് അവിടെ ഒരുമിച്ചിരുത്തി സഹദേവേട്ടനെ ഇങ്ങോട്ട് മാറ്റി നിർത്തിയാൽ മതിയാവും. അങ്ങനെ പ്രിയപ്പെട്ട സഹോദരൻ, നിങ്ങൾ തന്നെയാണല്ലോ രണ്ട് മുന്നണിയായിട്ട് ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിൽ ഈ കേരളത്തിന് തൊട്ടപ്പുറം 16 കിലോമീറ്റർ ബാവലി പാലം കടന്ന നിങ്ങൾ ഒരേ മുന്നണിയല്ലേ? BJPക്ക് കൃത്യമായ രാഷ്ട്രീയ നിലപാടുണ്ട്. BJPക്ക് വികസിത കേരളം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് BJP മുന്നോട്ട് പോകുന്നത്. അതായത് മോദിയെ പുകഴ്ത്തിയ തരൂർ കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗമാണ്. അതായത് കോൺഗ്രസ് ഇന്ന് മാവോയിസ്റ്റ് മുസ്ലിം ലീഗ് കോൺഗ്രസ് ആയി എന്ന് പ്രസംഗിച്ച നരേന്ദ്രമോദിയുടെ പ്രസംഗം മനോഹര പ്രസംഗമാണെന്ന് പറഞ്ഞ തരൂർ കോൺഗ്രസ് പ്രവർത്തക സമിതി UP മുഖ്യമന്ത്രി ആരാ നമുക്കറിയാലോ. അദ്ദേഹത്തിന്റെ അഭിനന്ദന കുറിപ്പും പിന്തുണാ കുറിപ്പും ശബരിമല സംഗമത്തിൽ അയ്യപ്പ സംഗമത്തിൽ വായിച്ചവരുടെ പിണറായി വിജയൻ മറ്റൊന്ന് ഇവിടെ പ്രിയപ്പെട്ട സുഹൃത്ത് ഒരു കാര്യം സൂചിപ്പിച്ചു. പായ വിരിച്ച് ഒരുമിച്ചിരിക്കുന്ന കാര്യം ഒരു കോൺഗ്രസ്സുകാരൻ നിലയിൽ പറയുന്നു. ജീവൻ പോകുന്നത് വരെ രാഷ്ട്രീയ ശത്രു ആരെന്ന് ചോദിച്ചാൽ അസന്ദിഗ്ധമായി പറയും അത് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ആ സംഘപരിവാറാണെന്ന് ഞങ്ങൾ പറയും. അങ്ങനെ ഞങ്ങളുടെ വോട്ടും വാങ്ങി തമിഴ്നാട്ടിൽ നിന്ന് MP ഉണ്ടാക്കി ഇന്ത്യ മുന്നണിക്ക് ഒപ്പം നിന്നിട്ട് ഇമാതിരി നെറുകേട് പറയുന്നത് എനിക്ക് തോന്നുന്നു രാഷ്ട്രീയപരമായ അദ്ദേഹത്തിന്റെ വീഴ്ചയായി എന്നാണ്. കോൺഗ്രസ് പോരാടിയത്ര കോൺഗ്രസ് നടത്തിയ പോരാട്ടം കേരളത്തിലെ ഒരു CPM പാർട്ടി നടത്തിയിട്ടുണ്ടോ? വർഗീയ ഏത് തരത്തിലും ചേർന്ന് നിൽക്കാൻ ഞങ്ങൾ LDFന്റെ ഇക്കാര്യത്തിലെ പൊസിഷൻ അറിയാം. പക്ഷേ ഇദ്ദേഹം ഉന്നയിക്കുന്നത് പോലെയുള്ള ആക്ഷേപങ്ങൾ കൊണ്ട് LDFന്റെ വർഗീയ വിരുദ്ധ, BJP വിരുദ്ധ, അത് ഹിന്ദുത്വ വിരുദ്ധം മാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും അടക്കം അടങ്ങുന്ന വർഗീയ വിരുദ്ധ നിലപാടുകൾ നിങ്ങൾ ശക്തമായി പറയുമ്പോൾ നിഷാന്ത് തൊട്ടടുത്ത് നിന്ന് ഉന്നയിച്ച രാഷ്ട്രീയ വിമർശനമുണ്ട്. എന്തു പറയുന്നു? UDF ശോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ശോഷിച്ചുകൊണ്ടിരിക്കുന്ന UDFന് ഒരു മതേതര ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വളരെ കാലം മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയില്ല എന്ന് കേരളത്തിൽ നടന്ന 2-3 ഉപതെരഞ്ഞെടുപ്പുകൾ തെളിയിച്ചു. അതിൻ്റെ ഭാഗമായിട്ടാണ് നാട്ടിൽ RSSനെ പോലെ ഹിന്ദു രാഷ്ട്രം എന്ന് പറയുന്ന RSSനെ പോലെ മുസ്ലിം രാഷ്ട്രം വേണമെന്ന് പറയുന്ന മറ്റേ ജമാഅത്ത് ഇസ്ലാമിയെ കൂടി കൂട്ടുപിടിക്കാൻ മുസ്ലിം ലീഗിലൂടെ ജമാഅത്ത് ഇസ്ലാമിലേക്ക് പോകാൻ ഒരു പ്രത്യേകമായിട്ടുള്ള കാഴ്ചപ്പാട് വെച്ചുകൊണ്ട് അവർ നീങ്ങിക്കൊണ്ടിരിക്കുക. അത് അവരുടെ രാഷ്ട്രീയ പാപ്പരത്വമാണ്. ആ രാഷ്ട്രീയ പാപ്പരത്വം അവരിന്ന് കേരളത്തിലാകെ വ്യാപിപ്പിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. SDPA ഇതിൻ്റെ പിന്നാലെ നിൽക്കുന്നു, മറ്റ് വർഗീയ ശക്തികളെയൊക്കെ കൂട്ടുപിടിക്കുകയാണ്. വയനാട്ടിൽ തന്നെ എത്രയോ അനുഭവങ്ങളുണ്ട്. വയനാട്ടിൽ BJPയും കോൺഗ്രസും തമ്മിൽ ഇപ്പോൾ സുൽത്താൻ ബത്തേരി സർവീസ് സഹകരണ ബാങ്ക് നോക്കിക്കോ, ആരാണ് ആദ്യം ഭരിച്ചിരുന്നത്? അവിടെ ആദ്യം ഉണ്ടായിരുന്നത് കോൺഗ്രസിൻ്റെ കയ്യിലായിരുന്നു. ആ ബാങ്ക് ഇപ്പോൾ BJPയുടെ കയ്യിലായി. BJPയും കോൺഗ്രസും കൂടി ഒരുമിച്ച് ഭരിച്ചു. അവസാനം ഇപ്പോൾ BJPയുടെ കയ്യിൽ മാത്രമായി. ആരാ കൊണ്ടു കൊടുത്തത്? അവരാണ്, കോൺഗ്രസ്സാണ്. അപ്പോൾ കോൺഗ്രസിനൊന്നും അക്കാര്യത്തിൽ ഒരു തൊട്ടുകൂടായ്മയില്ല. പിന്നെ ഭംഗിവാക്ക് പറയുമ്പോഴൊക്കെ പറയുന്നല്ലാതെ പ്രയോഗത്തിൽ അതില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ 5 വർഷം
അതിനു മുമ്പ് മന്ത്രി PK ജയലക്ഷ്മി ആയിരുന്ന സമയത്ത് മാനന്തവാടി മണ്ഡലത്തിൽ നടപ്പിലാക്കിയിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഏതെല്ലാം സ്ഥാപനങ്ങൾ മന്ത്രി PK ജയലക്ഷ്മിക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു? രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, വയനാട് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്ര രൂപയാണ് അല്ലെങ്കിൽ എന്ത് സഹായമാണ് മെഡിക്കൽ കോളേജിന് വേണ്ടി ഈ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്? UDFന്റെ കാലത്ത് അടച്ചുപൂട്ടിയ പ്രസവ വാർഡ് ഇന്ന് ലക്ഷ്യ അവാർഡ് നേടിയിട്ടുണ്ട്. ഇന്ന് കുട്ടികളുടെ അവാർഡ്, അത് മുസ്കാൻ അവാർഡ് നേടിയിട്ടുണ്ട്. ആദ്യമായിട്ട് കാത്ത് ലാബ് ആരംഭിക്കുന്നത് അത് ഈ ഇടതുപക്ഷത്തിൻ്റെ കാലത്താണ്. ഇവിടെ ഹൃദയ ശസ്ത്രക്രിയ ഉൾപ്പെടെ നടന്നു വരുന്നുണ്ട്. ഇവിടെ പ്രസവ വാർഡ് അടച്ചുപൂട്ടിക്കൊണ്ട് ഡോക്ടർമാരില്ലാത്ത കാലമുണ്ടായത് UDFന്റെ കാലത്തായിരുന്നു. 9, 10, 11 ഡോക്ടർമാരുണ്ടായ സമയത്ത് ഇന്ന് ഇവിടെ 100, 120 ഡോക്ടർമാരായി മാറിയിട്ടുണ്ട്. ഇവിടെ 12 കോടി രൂപയാണ് മന്ത്രി OR കോടി MLA ഇവിടെ ഈ മെഡിക്കൽ കോളേജിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് RO പ്ലാന്റ് ഉൾപ്പെടെ സ്ഥാപിക്കാൻ വേണ്ടി കൊടുത്തത്. മന്ത്രി PK ജയലക്ഷ്മി അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വയനാട് മെഡിക്കൽ കോളേജിന് വേണ്ടി എന്തു ചെയ്തു എന്ന് പറയാമോ? മുണ്ടക്കൈ ചൂരൽമല ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ രീതിയിലുള്ള ഫണ്ടാണ് പുനരധിവാസത്തിന് വേണ്ടി BJP ഗവൺമെന്റ് തന്നിട്ടുള്ളത്? UDFന്റെ പ്രകടന പത്രികയിൽ 5 കൊല്ലം മുമ്പ് പറഞ്ഞ കാര്യം, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ മാനന്തവാടിയിലെ പാർക്കിംഗ് പ്രശ്നം പരിഹരിക്കും, പാർക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള പ്ലേസുകൾ ഉണ്ടാക്കുമെന്ന്. എവിടെയും ഉണ്ടാക്കിയതായിട്ട് ഈ 5 കൊല്ലം പൂർത്തീകരിക്കുമ്പോഴും കാണാൻ വേണ്ടി സാധിക്കില്ല. മാത്രമല്ല ടൗണിലാകെ ട്രാഫിക് പരിഷ്കാരം എന്ന് പറയുന്നത് മുനിസിപ്പാലിറ്റിയിലെ വൈസ് ചെയർമാൻ കൂടുന്ന മീറ്റിംഗ് അല്ലാതെ വേറൊരു രീതിയിലുള്ള മീറ്റിംഗും നടക്കുന്നില്ല, ഒരു തീരുമാനങ്ങളും നടപ്പിലാക്കുന്നില്ല എന്നുള്ള വസ്തുത. ഈ കാര്യങ്ങൾ UDF പ്രതിനിധിക്ക് എന്താണ് പറയാനുള്ളത്? ഒന്ന് വ്യക്തമാക്കണം. മുണ്ടക്കൈ ചൂരൽമല ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ MPമാർ അവരുടെ MP ഫണ്ടിൽ നിന്ന് തുക നൽകിയിട്ടുണ്ട്. സ്ഥലം MP എന്ന നിലക്ക് രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ അതിനുശേഷം പ്രിയങ്ക ഗാന്ധിയോ ഏതെങ്കിലുമൊക്കെ തുക നൽകിയതായിട്ടുണ്ടെന്ന് വ്യക്തമാക്കാൻ പറ്റുമോ? ഞാനതിൽ ഒരു കാര്യം, ഒരു പ്രത്യേക ഇതെടുത്തിട്ട് പറയാണ്. അങ്ങനെ മാതൃകാപരമായി പാർലമെൻറ്റ് അംഗങ്ങൾക്ക് പെരുമാറാം എന്ന് കേരളത്തോടും രാജ്യത്തോടും കാട്ടിക്കൊടുത്തത് ഞങ്ങളുടെ ചീഫ് എഡിറ്ററായിട്ടുള്ള ശ്രീ ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP ആണ്. അദ്ദേഹമാണ് ആദ്യം അങ്ങനെ പാർലമെൻറ്റ് അംഗങ്ങൾക്ക് തങ്ങളുടെ MP ഫണ്ടിൽ നിന്ന് കൊടുക്കാം എന്ന മാതൃകാപരമായ ഒരു തീരുമാനമെടുത്തത്. തമിഴ്നാട്ടിൽ നിന്ന് സു വെങ്കടേശൻ 25 ലക്ഷം. യെസ്, അല്ല, അതൊരു മാതൃകാപരമായി ഒരു നാടിന് വേണ്ടി അങ്ങനെ ചെയ്യാൻ കഴിയും. അത് പറഞ്ഞേ ഉള്ളൂ. ഞാനത് അങ്ങനെ സപ്ലിമെന്റ് ചെയ്തൊരു കാര്യം മാത്രമാണ്. ഏതെങ്കിലും ഉണ്ടോ? മാനന്തവാടി മുനിസിപ്പാലിറ്റി ആയിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യം നിശാന്തിരത്ത്. ഈ UDFന്റെ 4ാമത്തെ വർഷം മാനന്തവാടിയിൽ ഒരു ബസ് സ്റ്റാൻഡ് പണിയണമെന്ന് പറഞ്ഞുകൊണ്ട് നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ബസ് സ്റ്റാൻഡ് അൺഫിറ്റ് ലൈസൻസ് കൊടുത്തു. ഈ അൺഫിറ്റ് സ്ഥാപനം പിന്നെ അവിടെ പ്രവർത്തിക്കാൻ പാടില്ല. അവിടെ ഇപ്പോഴും കച്ചവടം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ വാടക ആരാ മേടിക്കുന്നത്? അൺഫിറ്റ് പ്രഖ്യാപിച്ച ഈ സ്ഥാപനത്തിൻ്റെ വാടക മുനിസിപ്പാലിറ്റി സെക്രട്ടറിക്കോ മുനിസിപ്പാലിറ്റിക്കോ വാങ്ങിക്കാൻ കഴിയില്ല. അവിടുത്തെ വാടക ആര് വാങ്ങിക്കുന്നു? അതാണ് എൻ്റെ ഒരു ചോദ്യം. ഇതുവരെ UDF നമുക്ക് വാഗ്ദാനങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. മാനന്തവാടിയിൽ ഏറ്റവും മോശം തൊട്ടടുത്തുള്ള പഞ്ചായത്തുകളിൽ പോലും മാനന്തവാടിയിൽ ഒരു മര്യാദക്കുള്ള ഒരു സ്റ്റേഡിയമില്ല, ഒരു ഗ്രൗണ്ടില്ല. രണ്ടാമത് മാനന്തവാടി ചൂട്ടക്കടവ് ശ്മശാനവുമായി ബന്ധപ്പെട്ടിട്ട് കാര്യങ്ങളാണ്. നിലവിൽ അവിടെ കുളിക്കടവ് ഉണ്ടായിരുന്നിടത്ത് അത് മാറ്റിക്കൊണ്ട് അവിടെ ഒരു ആമ്പൽക്കുളമാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇന്ന് മരണാനന്തര കർമ്മം ചെയ്യാനും അവിടെ മറ്റുള്ള ഒരു അലക്കാനും കുളിക്കാനുള്ള ഒരു ഫെസിലിറ്റീസും നഗരസഭയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഇന്ന് ഒരു കാര്യം കൂടെ, കോടികൾ മുടക്കിയിട്ട് പാതയോരങ്ങൾ സംരക്ഷിക്കുന്നതിന് പകരം അവിടെ പച്ചക്കറിത്തോട്ടോ മറ്റ് ഔഷധത്തോട്ടങ്ങൾ എന്ന വ്യാജാന കോടികളാണ് നമ്മുടെ ഈ നഗരസഭയിലുള്ള അധികൃതർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരുന്നത്. ഏതായാലും നിഷാന്ത്, മാനന്തവാടി കാര്യമായി വന്നിട്ടുണ്ട്. അതിൽ തന്നെ 1-2 കാര്യങ്ങൾ കൂടി ഈ മേഖലയുമായി. ഇപ്പോൾ പട്ടയത്തിൻ്റെ കാര്യം നോക്കാം. പട്ടയത്തിൻ്റെ കാര്യത്തിൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ അനുമതി വേണം, അതിനുവേണ്ടി കാത്തിരിക്കുന്നു. എന്നിട്ടും അതിലുണ്ടാകുന്നില്ല. അവിടെയൊക്കെ സത്യത്തിൽ ഇത് വയനാടിൻ്റെ പല പ്രശ്നങ്ങളും ദേശീയ പ്രശ്നങ്ങളാണ്. ദേശീയ സർക്കാരും കർണാടക സർക്കാരും ഒക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. പ്രിയങ്ക ഗാന്ധിക്ക് കുറെ കൂടി എഫക്റ്റീവായിട്ട് അതിന് ഇടപെടാൻ കഴിയും. അതിനുവേണ്ടി ഇടപെടാൻ കഴിഞ്ഞോ? നേരത്തെ പറഞ്ഞ മെഡിക്കൽ കോളേജിന് വേണ്ടി MP ഫണ്ടിൽ നിന്ന് പണം കൊടുത്തോ? ചോദ്യങ്ങൾ ഒരുപാട് വരുന്നുണ്ട്. ഒപ്പം MP ഫണ്ടിൽ നിന്ന് ആംബുലൻസുകളല്ലാതെ ഒന്നും കൊടുത്തിട്ടില്ല. സത്യമാണ്, വസ്തുതയായിട്ട് തന്നെ അംഗീകരിക്കുക. ഞാൻ പാർട്ടി ക്ലാസ് വാങ്ങിയിട്ട് നേരെ വരുന്ന ആളല്ല. ഞാൻ വസ്തുത അംഗീകരിക്കും. മറ്റൊരു കാര്യം, റൈഷാദ് ചെയ്യും. അതുപോലെ തന്നെ പ്രിയപ്പെട്ട അജയുടെ ചോദിച്ച ചോദ്യത്തിനും കൃത്യമായ മറുപടിയുണ്ട്. ഒരു MP ഫണ്ട് എന്ന് നമുക്കറിയാം 5 കോടി രൂപയാണ്. അത് കഴിഞ്ഞ വർഷം നമ്മൾ കുറച്ച് പ്രപ്പോസൽ മുന്നോട്ട് പോയിരുന്നു. ഈ വർഷത്തെ MP ഫണ്ട് എങ്ങനെ ആ ദേശത്തിന് മൊത്തത്തിൽ വ്യക്തികൾക്കായി കൊടുക്കാൻ കഴിയില്ല. ആ മൊത്തത്തിൽ ആ ദേശത്തെ തിരികെ പിടിക്കുമ്പോൾ അവിടെ എന്താണ് അവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുക എന്ന ഒരു കൃത്യമായ ഒരു അസസ്മെൻറ്റോട് കൂടി ആ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അവിടെ കൃത്യമായും MP ഒരു കയ്യൊപ്പുണ്ടാകും. ആ കാര്യങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, മെഡിക്കൽ കോളേജിൻ്റെ സ്ട്രെങ്ത് 60-ൽ നിന്ന് 120 ഡോക്ടർമാരിലേക്കൊക്കെ ആയി.
പക്ഷേ ഞാൻ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഒന്ന് ചോദിച്ചോട്ടെ, നമ്മളിപ്പോൾ മെഡിക്കൽ കോളേജ് തുടങ്ങി എത്രയോ വർഷങ്ങളായി, കുറ്റപ്പെടുത്തുന്നില്ല. നമുക്ക് എപ്പോഴാണ് അംഗീകാരം കിട്ടിയത്? ഈ കഴിഞ്ഞ വർഷമാണ്. ഈ കഴിഞ്ഞ വർഷം അംഗീകാരം കിട്ടുമ്പോൾ നമ്മൾ കാണിച്ചു കൊടുത്ത അറ്റ്മോസ്ഫിയർ എന്തായിരുന്നു? അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് അവിടെ ഉയർന്നു കാണുന്ന നമ്മുടെ മൾട്ടി പർപ്പസ് ബ്ലോക്കാണ്. ആ മൾട്ടി പർപ്പസ് ബ്ലോക്ക് പണിത AS TS സാങ്ഷനാക്കിയത് PK ജയലക്ഷ്മി മന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ്റാണ് അതിൻ്റെ TS AS കൊടുത്തത്. നിർമ്മാണം പൂർത്തീകരിച്ചത് ഈ ഗവൺമെൻറ് കാലഘട്ടത്തിലാണ്. ഒന്ന് പറയുന്നു, ആ കാത്ത് ലാബ് ഉൾപ്പെടെ പ്രവർത്തിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച മൾട്ടി പർപ്പസ് ബ്ലോക്കിന്റെ ചുവട് എന്തെങ്കിലും പറയുമ്പോഴേക്കും ഞാൻ പറഞ്ഞു വന്നത് ചുവട് പിടിച്ചുകൊണ്ട് കുട്ടികളുടെ വാർഡ് എത്ര നാൾ പൂട്ടിയിട്ടു? 63 ദിവസത്തോളം മാനന്തവാടിയിലെ കുട്ടികളുടെ വാർഡ് പൂട്ടിയിട്ടുണ്ട്. ആര് ഭരിച്ചാലും എല്ലാം ഒന്നും 100% അങ്ങ് ശരിയായി കളയാൻ ഞങ്ങളും വിശ്വസിക്കില്ല. പക്ഷേ വസ്തുതയായിരിക്കണം. ശരി, മാനന്തവാടിയെക്കുറിച്ച് UDF ഭരിക്കുന്ന മാനന്തവാടിയെക്കുറിച്ച് പ്രിയപ്പെട്ട സുഹൃത്തുക്കളുടെ ഈ ഒരു ആകുലത, എൻ്റെ പ്രിയപ്പെട്ട ടാക്സി സുഹൃത്തുക്കൾ ഉൾപ്പെടെ മറ്റു സുഹൃത്തുക്കൾ ഉൾപ്പെടെ സൂചിപ്പിച്ച വിഷയം മാനന്തവാടിയുടെ പാർക്കിംഗ് വിഷയത്തിൽ ഇവിടെ തീർച്ചയായും ആ വാഗ്ദാനത്തിലെ കഴിഞ്ഞ വാഗ്ദാനങ്ങളുടെ പട്ടികയിൽ 80% ഞങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. തീർച്ചയായും മാനന്തവാടി നഗരസഭ ഓഫീസിന്റെ ഔപചാരികമായ ഉദ്ഘാടനവും പ്രവർത്തനവും ഇന്ന് നോമിനേഷൻ സ്വീകരിച്ചതും ഞങ്ങൾ പണിത ഐക്യ ജനാധിപത്യ മുന്നണി പണിത കെട്ടിടമാണ്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ മൂന്നോളം ശൗചാലയങ്ങൾ 2 വെൽനസ് സെന്ററുകൾ, ആരോഗ്യ കേന്ദ്രങ്ങൾ, ഒന്നുമില്ല. മാനന്തവാടി നഗരസഭയെ സംബന്ധിച്ച് മാനന്തവാടിക്കാർക്ക് അറിയാം, അവിടെ ഒരു നല്ല മനോഹരമായ കമ്മ്യൂണിറ്റി ഹാൾ ഉണ്ടായിരുന്നു. ആ കമ്മ്യൂണിറ്റി ഹാൾ പൊളിക്കുക എന്നുള്ള പണിയാണ് നിലവിലുള്ള മുനിസിപ്പാലിറ്റിയുടെ കമ്മിറ്റി ചെയ്തത്. എന്നിട്ട് അവിടെയാണ് ഓഫീസ് പ്രവർത്തനം ആരംഭിക്കുമെന്ന് പറയുന്നത്. ഇത് ഏത് വികസനത്തിൻ്റെ പേരിലായി നടത്തുന്നത്? ബസ് സ്റ്റാൻഡ് കാര്യം നേരത്തെ ഇവിടെ പറഞ്ഞു, ബസ് സ്റ്റാൻഡ് ഇപ്പോൾ അൺഫിറ്റാ. അതിൻ്റെ പണം വാങ്ങിയിട്ട് ആരൊക്കെയാ കമ്മീഷൻ പറ്റുന്നത് നോക്കിയാൽ മതി. നികുതി നേരിട്ട് വാങ്ങിക്കാൻ കഴിയില്ല, അത് വേറെ ആരുടെയോ പോക്കറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ പോക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്ന പണിയാണ് ഇപ്പോൾ ഈ സമയത്തൊക്കെ കേരളത്തിന്റെ മന്ത്രിസഭയിൽ ഇവിടുന്ന് ഒരു മന്ത്രിയുണ്ട്, ഇവിടുത്തെ ആഭ്യന്തര വകുപ്പുണ്ട്, ഇവിടുത്തെ ഭരണ സംവിധാനം മുഴുവനുണ്ട്. അവിടെ സുരേഷ് നിർമ്മാണം പൂർത്തീകരിച്ച കെട്ടിടം ഇദ്ദേഹം ഉൾപ്പെടെ വന്ന് വീഡിയോ പകർത്തിയിട്ടുണ്ട്, കാണണം. ഇതാണോ നിർമ്മാണം പൂർത്തിയായെന്നാണ് അദ്ദേഹം കാണിച്ചിട്ട്. മെഡിക്കൽ കോളേജിനെ പറ്റി പറഞ്ഞു. ഇവിടെ മാനന്തവാടിയിൽ ഒരു MLA അദ്ദേഹത്തിൻ്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 9,36,75,000 രൂപ ഈ മെഡിക്കൽ കോളേജിൽ വന്നപ്പോൾ അതിനുവേണ്ടി മാത്രമായി അനുവദിച്ചു. 1 രൂപ ഈ കാലയളവ് മുഴുവൻ രാഹുൽ ഗാന്ധിയോ പിന്നീട് വന്ന പ്രിയങ്ക ഗാന്ധിയോ ഈ മെഡിക്കൽ കോളേജിന് വേണ്ടി കൊടുക്കും എന്ന് പറയാന്നല്ലേ, ആവശ്യമുള്ളപ്പോഴല്ലേ കൊടുക്കേണ്ടത്? കൊടുത്തില്ല. മൾട്ടിപർപ്പസ് ബ്ലോക്ക് ഫണ്ട് കൊടുത്തിട്ടില്ല. പറഞ്ഞു നേരത്തെ ആളുകൾക്ക് ആൻജിയോഗ്രാം ചെയ്തു. 170 ആളുകൾക്ക് ഒരു നയാ പൈസയുടെ ചെലവില്ലാതെ ആൻജിയോപ്ലാസ്റ്റി ചെയ്തു. മാനന്തവാടിയിലുള്ള നേട്ടമാണിത്. അതിന് തുരങ്കം വെക്കാൻ വേറെ ഏതോ ചില കോണിൽ നിന്ന് ചില നീക്കങ്ങൾ ഇപ്പം നടക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ആ കാര്യത്തിൽ, മാനന്തവാടിക്കാർക്ക് ആ കാര്യത്തിൽ ആശങ്കയുണ്ട്. അങ്ങനെ ഒരു പ്രശ്നം വന്നാൽ ഇപ്പോൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഇത് സംബന്ധിച്ചൊരു OP ഉണ്ട്. ഇത് ഇവിടുന്ന് മാറണോ വേണ്ടിയോ എന്ന് പറഞ്ഞിട്ട് ആ OP അവിടുത്തെ ചില ഭൂമാഫിയയിലാണ്. ആ ഭൂമാഫിയയിൽ വ്യക്തമായി ചില പ്രമാണിമാർക്ക് പങ്കുണ്ട്. ഞാനിപ്പോൾ മറ്റു പേര് പറയുന്നില്ല. അങ്ങനെ ഒരു രാഷ്ട്രീയ ബന്ധം എന്താണ് ആരോപിക്കുന്നത്? ആരോപിക്കുന്ന രാഷ്ട്രീയ ബന്ധം എന്താണത്? അങ്ങനെ ഒരു രാഷ്ട്രീയ ബന്ധം, വലതുപക്ഷ രാഷ്ട്രീയ ബന്ധം, വലതുപക്ഷ രാഷ്ട്രീയ ബന്ധത്തിന്റെ ആളുകൾക്ക് ആ പഴയ മെഡിക്കൽ കോളേജ് വരുമെന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് കുറെ ഭൂമിയുണ്ട്. ആ ഭൂമാഫിയകളുടെ താല്പര്യമാണ്. അതിന് ഞങ്ങൾക്ക് ആശങ്കയുണ്ട്. ശ്രീ ഹരിദാസ്, നേരത്തെ ഇവിടെ അദ്ദേഹം ചോദിച്ചു, ഞാനത് ഇവര് വയനാട്ടുകാർ ചോദിക്കണം നിങ്ങൾ എന്തൊക്കെയോ ചെയ്തു, മുണ്ടക്കൈ ചൂരൽമലയിൽ ചെയ്തു എന്ന് പറഞ്ഞു. എന്താണെന്ന് ചോദിച്ചു. രണ്ട് പട്ടയം നൽകുന്നതിന് വേണ്ടി അപേക്ഷ കേന്ദ്രത്തിന് മുമ്പിലാണ്. തൊടുന്നില്ല, അത് അനുവദിക്കുന്നില്ല, വെച്ചു താമസിപ്പിക്കുന്നു. ഈ പ്രശ്നങ്ങൾ ഈ നാടിനുണ്ടെന്നേ. മുണ്ടക്കൈ ചൂരൽമല ദുരന്തം സംഭവിച്ച അതേ സമയം മുതൽ കേന്ദ്ര ഗവൺമെന്റും പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ സന്ദർശിക്കുകയും കേരള ഗവൺമെന്റിനോട് കൃത്യമായിട്ടുള്ള കണക്കുകൾ കൊടുക്കണമെന്ന് പറയുന്ന സമയത്ത് കൊടുക്കണം. പറയട്ടെ ഹരിദാസ്, അതൊക്കെ കൊടുത്തു കഴിഞ്ഞേ. നമ്മൾ റീസെന്റ് നിങ്ങൾ 1300 കോടി രൂപ ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് ഓൾറെഡി അവിടെ കൊടുത്തു കഴിഞ്ഞു. മൊത്തത്തില് കൊടുത്തു കഴിഞ്ഞു. ഒന്ന് പരിശോധിക്കൂ. PMDRF-ഉം
SDFR ഫണ്ടും ഒക്കെ ഒന്ന് പരിശോധിക്കൂ. CMDRF എന്ന് പറയുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയാണെന്നേ. കേന്ദ്രത്തിന് യാതൊരു റോളും അതിലില്ല. അതോടൊപ്പം തന്നെ മുണ്ടക്കൈ ചൂരൽമലയ്ക്ക് വേണ്ടി SDFR ഫണ്ടിൽ വന്നിട്ടുള്ള അത് കേരളത്തിനുള്ള ഫണ്ടാണ്. എല്ലാ ജില്ലയ്ക്കും അവകാശപ്പെട്ടതാണ് ഹരിദാസ്. ആ ഫണ്ട് കേരളത്തിന് അവകാശപ്പെട്ടതും എല്ലാ ജില്ലകൾക്കും അവകാശപ്പെട്ടതാണ്. വയനാട് മുണ്ടക്കൈ ചൂരൽമലയ്ക്ക് നിങ്ങൾ ഉത്തരാഖണ്ഡിനും UP-ക്കും ത്രിപുരയ്ക്കും കൊടുത്തതുപോലെ പ്രത്യേക പാക്കേജ് കൊടുക്കണം. ഹൈക്കോടതി ചോദിച്ചില്ലേ? കേരളത്തിന്റെ ഹൈക്കോടതി ചോദിച്ചില്ലേ? പ്രത്യേക പാക്കേജ് സമർപ്പിക്കും എന്ന് തന്നെയാണ് പ്രധാനമന്ത്രി പറഞ്ഞിട്ടുള്ളത്. എവിടെയാ കൊടുത്തതിന്റെ രേഖ ഉണ്ടാ? തീർച്ചയായും ഒരു രൂപ പോലും കൊടുത്തില്ല. ഇവർ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കാര്യം, എന്റെ സുഹൃത്ത് മോഹൻദാസിനോട് ഒരു കാര്യം പറയാനുണ്ട്. ഞങ്ങളിവിടെ വയനാട്ടുകാർ വളരെ കാലമായി അമ്പുകുത്തിയിലും കരിമ്പിലും 2 പ്രദേശത്ത് മാനന്തവാടി താലൂക്കിൽ 100 കണക്കിന് ആളുകൾക്ക് പട്ടയം കൊടുക്കാറുണ്ട്. അത് സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞത് അതിനുവേണ്ടി പരിവേഷ് പോർട്ടലിൽ ഇവരുടെ അപേക്ഷ തയ്യാറാക്കി സർവേ കഴിഞ്ഞ് റിപ്പോർട്ട് അപ്ലോഡ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് വർഷങ്ങളായി അതിന് അനുമതി കൊടുക്കാൻ എന്തെങ്കിലും ഒരു കാര്യം ഈ BJP ഗവൺമെൻറ് ചെയ്യുമോ? അതുപോലെ തന്നെ ഇവിടുത്തെ ജനങ്ങളുടെ വോട്ട് മേടിച്ച് പോയിട്ടുള്ള പ്രിയങ്ക ഗാന്ധി ആ കാര്യത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ചെയ്യാൻ വേണ്ടി തയ്യാറാകുമോ? ആ പാവപ്പെട്ട ആളുകൾക്ക് പട്ടയം ലഭിക്കും. അത് ലഭിച്ചു കഴിഞ്ഞാൽ വയനാട് ആവശ്യപ്പെടണം MP-യോട്. MP-യുമായി വയനാടുമായി ബന്ധപ്പെടുന്ന എല്ലാ വിഷയങ്ങളും ഇരുന്ന് സംസാരിച്ച ആ വിഷയങ്ങളിൽ ഞാൻ തീർച്ചയായും പറഞ്ഞ പുരോഗതി ഉണ്ടാവും. പക്ഷേ എനിക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ വിസിറ്റ്, ഇന്ത്യയുടെ പ്രധാനമന്ത്രി മേപ്പാടിയിൽ വന്നു, നല്ല കാര്യം. പക്ഷേ അദ്ദേഹം അന്നൊരു പത്രം എഴുതിയതുപോലെ അവിടെ കരഞ്ഞു കൂവിയ കുട്ടികൾക്ക് മുമ്പിൽ ഒരു മിഠായിയെങ്കിലും കരുതാമായിരുന്നു എന്നാണ് എൻ്റെയും നിലപാട്. അത് തന്നെയാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി മറ്റേതോ രാജ്യത്തെ ഒരു അംബാസഡർ വരുന്നത് പോലെ വന്നു പോവുകയല്ലാതെ വയനാടിനെ ചേർത്ത് പിടിക്കുന്നതിൽ BJP നേതൃത്വവും കേന്ദ്ര ഗവൺമെന്റും അമ്പെ പരാജയപ്പെട്ടു എന്നല്ല, വയനാടിനെ അവഗണിച്ചു എന്നാണ് കോൺഗ്രസിന്റെ നിലപാട്. എനിക്ക് പറയാനുള്ളത്, ആസ്പിരേഷൻ ഡിസ്ട്രിക്ട് എന്ന് പറഞ്ഞ് കേരളത്തിൽ സെലക്ട് ചെയ്തിട്ടുള്ള ഏക ജില്ല ഈ വയനാട് ജില്ലയാണ്. ഈ വയനാട് ജില്ലയിൽ ആസ്പിരേഷൻ ഡിസ്ട്രിക്ട് പ്രോഗ്രാം, ഈ മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ ആ ആസ്പിരേഷൻ ഡിസ്ട്രിക്ട് പ്രോഗ്രാം എന്ന് പറയുന്ന പദ്ധതിയിൽ 117 ജില്ലകൾ സെലക്ട് ചെയ്തതിൽ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും 90% ജില്ലകളിലും മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ ഉൾപ്പെടെയുള്ള ഗൂഗിളിൽ നിന്ന് സെർച്ച് ഒന്ന് BJP പ്രതിനിധിയോടാണ്. ഇവരെപ്പോഴും പറയുന്നതാണ് SDRF ഫണ്ടിനെ കുറിച്ച്. SDRF ഫണ്ട് ഇത്തരം ദുരിതത്തിന് കൊടുക്കുന്നതാണോ? വ്യക്തമാക്കണം. SDRF ഫണ്ട് ധനകാര്യ കമ്മീഷൻ ശുപാർശ അടിസ്ഥാനത്തിൽ എല്ലാ സംസ്ഥാനങ്ങൾക്കും കൊടുക്കുന്ന പൈസ. ഒന്ന് മാനന്തവാടി മെഡിക്കൽ കോളേജിനെ കുറിച്ച് നിഷാന്ത് പറയുമ്പോൾ TCD MLA KPCയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്നല്ലോ, വർക്കിംഗ് പ്രസിഡന്റാണ്. അദ്ദേഹത്തിന്റെ ഡിമാൻഡ് കൽപ്പറ്റയിൽ മെഡിക്കൽ കോളേജ് ആരംഭിക്കണമെന്നാണ്. നിങ്ങളുടെ നിലപാട് എന്താ? 2, വയനാടിന്റെ വികസനത്തിൽ ഏറ്റവും സുപ്രധാനമാണ് ഇപ്പം ആരംഭിക്കുന്ന തുരങ്കപാത. ഞങ്ങൾ സമ്മതിക്കൂല എന്ന് പ്രഖ്യാപിച്ച ആൾ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാണ്. എന്താണ് വയനാട്ടുകാരൻ എന്ന നിലക്ക് നിഷാന്ത് നിലപാട്? ഒരിക്കലും പെടില്ല, നിലപാടുണ്ട്. വയനാടിന്റെ കാര്യത്തിൽ വയനാടിന് ബദൽ പാതകൾ വേണം. വയനാടിന് ഇന്ന് നിലനിൽക്കുന്ന രാത്രി യാത്രാ നിരോധനം പിന്നെ രാഷ്ട്രീയ അന്ധത മാറ്റി നിർത്തി ഈ നാടിന്റെ ബദൽ മാർഗങ്ങൾ എന്തൊക്കെ വരുന്നോ അതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്തു. നമ്മുടെ മുമ്പിൽ വളരെ പ്രാക്ടിക്കലായി നിർമ്മാണം നടക്കുന്നു. പ്രതിപക്ഷ നേതാവ് എതിർത്തല്ലോ. വയനാടിനെ പ്രത്യേകിച്ച് വയനാടിന് ആക്സസ് കിട്ടുന്ന എല്ലാ ബദൽ മാർഗങ്ങളെയും സ്വാഗതം ചെയ്യുന്നു. പ്രതിപക്ഷ നേതാവ് നിലപാട് തിരുത്തിയോ? പ്രതിപക്ഷ വയനാടിന് ജനവികാരാണ്. ബദൽ മാർഗങ്ങൾ ഏതിനെയും കോൺഗ്രസ് സ്വാഗതം ചെയ്യും. വയനാടിനെ മറ്റൊരു കാര്യം അദ്ദേഹം ചോദിച്ചത് വയനാട് നിഷാന്ത് പറഞ്ഞാൽ മതി എന്നാണ് അദ്ദേഹം. തീർച്ചയായും ഞാൻ പറഞ്ഞു വയനാടിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പൊതുപ്രവർത്തകൻ കോൺഗ്രസ് പാർട്ടി എന്ന നിലയിൽ പറയുന്നു വയനാടിന് ആക്സസ് ഉള്ള എല്ലാ ബദൽ മാർഗങ്ങളെയും സ്വാഗതം ചെയ്യും. മറ്റൊരു കാര്യം സഹദേവേട്ട സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. അജയേട്ടൻ ചോദിച്ച മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് സിദ്ദിഖ് MLA കുറിച്ചാണ് ചോദിച്ചത്. സഹദേവേട്ടൻ സൂചിപ്പിച്ച വലതുപക്ഷ എന്ന് പറയുന്ന ആള് സിദ്ദിഖ് ആണോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഒരു കാര്യം പറയാം. കൽപ്പറ്റയ്ക്ക് മെഡിക്കൽ കോളേജ് അത് പറഞ്ഞു വരാണ്.
അദ്ദേഹം പറഞ്ഞു രണ്ടായിട്ട് എനിക്ക് തോന്നി. അദ്ദേഹം പറഞ്ഞത് മെഡിക്കൽ കോളേജ് കൽപ്പറ്റയ്ക്ക് വേണമെന്ന് സിദ്ദിഖ് MLA ആഗ്രഹിക്കുന്നു. MLA നല്ല തെറ്റായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞ ഒരു വ്യക്തമായ മറുപടിയുണ്ട്. അദ്ദേഹം സൂചിപ്പിച്ച ടി സിദ്ദിഖിനെ കുറിച്ചാണല്ലോ. ഉത്തരവാദിത്തപ്പെട്ട CPM പ്രതിനിധി പേര് പറഞ്ഞിട്ടില്ലല്ലോ. എന്നാൽ അദ്ദേഹം പറഞ്ഞല്ലോ വലതുപക്ഷ ചായ്വുള്ള ഭൂമാഫിയ എന്ന്. എന്നാൽ എനിക്ക് ചെറിയൊരു സംശയം തിരിച്ചുണ്ട്. ആ സംശയം MV ശ്രേയംസ് കുമാറിനെയാണോ? അദ്ദേഹത്തിന്റെ ഭൂമിയായി ബന്ധപ്പെട്ടാണല്ലോ ഈ കാര്യങ്ങളൊക്കെ നടന്നത്. ഇവിടെ LDFന്റെ ഗവൺമെന്റിന്റെ പ്രതിനിധികളായി വന്നിരിക്കുന്ന ആളുകൾ മറുപടി പറയണം. താങ്കളുടെ മറുപടി. ഈ കാര്യത്തിൽ നമ്മൾ തമ്മിൽ തർക്കിക്കേണ്ട കാര്യമില്ല. ND അപ്പച്ചനും സിദ്ദിഖും നിലപാട് വ്യക്തമാക്കിയാൽ മതി, എന്നാൽ ഞങ്ങൾക്ക് ബോധ്യമാവും. ഇപ്പോഴും അവർ നിലപാട് വ്യക്തമാക്കിയില്ല. വേറെ ഒന്നും ഞാൻ പറയുന്നില്ല. വയനാട് ജില്ലയിൽ അഫിഡവിറ്റ് കൊടുത്തതിൽ ഒറ്റ കോൺഗ്രസ് നേതാക്കളില്ല. വയനാട്ടിലെ അവിടെ മക്കിമലയിൽ നിന്ന് കൊടുത്ത ആളുകളുടെ പേര് പുറത്തു വരട്ടെ. കോൺഗ്രസിന്റെ ഒരു ബൂത്ത് പ്രസിഡന്റ് പോലും അതിലില്ല. ഞങ്ങൾക്ക് പറയാൻ സാധിക്കും. പക്ഷേ ഘടകകക്ഷിയുടെ ഉത്തരവാദിത്തപ്പെട്ട ശ്രേയംസിന് തർക്കമില്ല. ശ്രേയംസിന്റെ ഭൂമി കൊടുത്തു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ആ ഭൂമിയിൽ പിന്നീട് തർക്കം വന്നപ്പോഴാണ് പണിയാതെ വന്നത്. പക്ഷേ ഇവിടെ ഈ കാര്യത്തിൽ ഞാൻ ഇങ്ങേര് പറയുന്നത് വിശ്വസിക്കുകയാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ 2 നേതാക്കന്മാരില്ല എന്ന് പറഞ്ഞാൽ അത്രയും സന്തോഷം. പക്ഷേ അവർ നിലപാട് വ്യക്തമാക്കണം. അതേ ഞാൻ പറയുന്നത്. ഈ കാര്യത്തിൽ മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് ഒരു ഡിബേറ്റ് വന്നാൽ അവർ നിലപാട് വ്യക്തമാക്കണം. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ OP ഉണ്ട്. ആ OPയുടെ ഡിസ്പോസൽ സമയത്ത് ഇവരടക്കമുള്ള ആളുകൾ നിലപാട് വ്യക്തമാക്കണം. അപ്പോൾ വയനാടിന്റെ ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഓരോ ദിവസവും അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഭൂമാഫിയ അടക്കം നിരവധി വിഷയങ്ങൾ, വികസന പ്രശ്നങ്ങൾ ദേശീയ സർക്കാർ, രാജ്യത്തിന്റെ സർക്കാർ, കർണാടക സർക്കാർ ഇവരൊക്കെ വളരെ അനുകൂലമായി ഇടപെടേണ്ട നിരവധി വിഷയങ്ങൾ അടക്കം കേരളത്തിന്റെ ഒരു ജില്ലയ്ക്കും ഇല്ലാത്ത വിധം നിരവധിയായ വിഷയങ്ങൾ വളരെ സജീവമായി മാറ്റുരയ്ക്കാൻ പോകുന്ന വയനാടിനെയാണ് മാനന്തവാടിയിൽ നിന്ന് പടക്കളം കണ്ടത്. താങ്ക് യു.